അതിട്ട് കിളിക്കിട്ടും നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഇതൊക്കെ എന്ന് വെച്ചാൽ നിലനിൽക്കാനും അറിയാനും പ്രചരിപ്പിക്കാനുമാണ്. എന്താ വെച്ചാൽ നമ്മുടെ ആളുകൾക്ക് പലപ്പോഴും നമ്മൾ ആരാന്നറിയില്ല. നമ്മളോട് ചോദിച്ചാൽ ഇവിടെ എന്താ കണക്കാര് എങ്ങനെ പറഞ്ഞു, കണക്കാര് എന്താ ചോദിച്ചാൽ നമ്മളെ ആൾക്കാർ പലരും ഇപ്പൊ തന്നെ പറയുന്ന വെച്ചാല് ഞങ്ങളൊക്കെ താണവരാണ് എന്ന് പറഞ്ഞ ആൾക്കാരെന്നും ഉണ്ട്. കണക്കര് താണതാണോ എനിക്കറിയില്ല, പറയുന്നവനും അറിയുന്നില്ല. അപ്പൊ ഈ സമൂഹനെ വരുത്തിയതാ. അപ്പൊ ഇത് എന്തിനു ഇത്രയും പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ വിഷയത്തിൽ കിടക്കുമ്പോൾ നമ്മളെ വീട്ടിലത്തെ വിഷയമാണെങ്കിൽ പോലും നമ്മൾ ആരാണെന്നും നമ്മളുടെ ആചാരങ്ങൾ എങ്ങനെയാണെന്നും എങ്ങനെയാണ് ഈ തറവാട്ടിൽ ഇതൊക്കെ എത്തി എന്ന് അറിയണം. 99% എനിക്ക് ഇത്തരം വിഷയങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, ഇതിന്റെ കുഴപ്പങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്ന വിചാരത്തിന്റെ ആവശ്യമില്ല. ഇവിടെ തന്നെ ചിലപ്പോൾ പല സന്ദർഭങ്ങളിലായിട്ട് താമ്പൂല പ്രശ്നവും അഷ്ടമംഗല പ്രശ്നമൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം. ഞാൻ പറയാതൊരു പാഴ്ചെലവാണെന്നാ പറയാം. നമ്മളുടെ സമുദായം ജാതി ഏതാന്ന് അറിഞ്ഞാൽ, ഒരു തീയനാണെങ്കിൽ അയാളുടെ വീട്ടിലെന്താ ആചാരം എനിക്ക് പ്രശ്നം വെക്കാണ്ട് അറിയാൻ പറ്റും. അത് ഇങ്ങനെ ഉൾവിളിയൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും കരുതരുതേ. ഒരു തീയന് ഇന്ന മൂർത്തികളെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ ഒരു പറയാനാണെങ്കിൽ അവിടെ ഇന്നത് ഉണ്ടായിരിക്കുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ പ്രശ്നം വെക്കേണ്ടത്. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രശ്നമൊക്കെ വെച്ചിട്ട് അത്തരം പൈസയൊക്കെ നമുക്ക് പോകാറുണ്ട്. അപ്പോൾ അതിന് പ്രശ്നം വെക്കാണ്ട് തന്നെ ഒരു ക്ഷേത്രത്തിലോ കാവിലോ അതിന്റെ ആരാധനാമൂർത്തികൾ ഇന്നതാണ് അല്ലെങ്കിൽ ഇന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ ഇത് തീർന്ന പ്രശ്നത്തിൻ്റെ ഉള്ളൂ. പിന്നെ അത് ഇവിടെ ഇന്നതാണ് ചെയ്യേണ്ടത്. ഇത് അല്ലാണ്ട് ഇപ്പം നമ്മൾ താഴെ പോയ സമയത്ത് ഇവിടുത്തെ അമ്മയാണോ അവിടെ അവിടെ പൂജ അവിടെ പറഞ്ഞു അമ്മ ഓക്കെ, ഇവിടുത്തെ അമ്മായി അവിടെ ചെന്ന സമയത്ത് എന്താ പറഞ്ഞാല് ഞങ്ങൾ ഇവിടെയുള്ള പൂജകൾ കഴിഞ്ഞതിന് ശേഷം മധ്യമ പൂജ ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങള് ഉത്തമത്തിലുള്ള പൂജയാണ് കാവില് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതിൽ 2 വാക്ക് കടന്നു വരികയാണ്. എന്താണ് ഉത്തമം മധ്യമം അല്ലെ? അപ്പൊ എന്താ ഉത്തമ മധ്യമം നമ്മൾ മനസ്സിലാക്കി, ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞത് അവിടെ വെച്ചാൽ കള്ളും കോഴിയും ഒക്കെ ഉണ്ടാവും അവിടെ, ഇവിടെ അതൊന്നുമില്ല എന്നാണ് നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോ കെട്ടി ഉണ്ടാക്കിയ ആ ആരാധന ഇടത്തേക്ക് സാധനങ്ങൾ കയറ്റുന്നില്ല എന്നായിരിക്കും അതിന്റെ അർത്ഥം അല്ല? അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ അവിടെയുള്ള മുത്തനും മുത്തി കരിനീലി അമ്മയും ഭഗവതിയൊക്കെ ഇരിക്കുന്നിടത്തേക്ക് മത്സ്യമാംസം മദ്യവും കയറ്റുന്നില്ല എന്നുള്ളൊരു അർത്ഥമാണ് അതിന് വന്നത്. സത്യത്തിൽ ഈ പറഞ്ഞ വാക്കുകളുടെ പ്രശ്നം എന്താ വെച്ചാല് നമ്മൾ മധ്യമ പൂജ എന്ന് പറഞ്ഞതാണ് നമ്മുടെ സമ്പ്രദായത്തെ സംബന്ധിച്ചിട്ട് ഉത്തമ പൂജ. നമ്മളെ സംബന്ധിച്ച് ഉത്തമ പൂജ പറഞ്ഞാല് നിങ്ങൾ പറഞ്ഞ മധ്യമ പൂജ. മദ്യവും മത്സ്യവും ഒക്കെ അല്ലെങ്കിൽ മാംസമൊക്കെ വെക്കുന്ന പൂജയാണ് ഉത്തമ പൂജ. ബ്രാഹ്മണനെ സംബന്ധിച്ചിട്ട് ഏതാ ഉത്തമ പൂജ? ഇതില്ലാത്ത പൂജയാണ്. കാക്കാക്ക് വെള്ളിയാഴ്ച പോത്തിറച്ചിയോട് കൂടി കഴിക്കുമ്പോഴാണ് ഉത്തമ ഫുഡ്. നമുക്ക് അതല്ല ഉത്തമ ഫുഡ്. നമുക്ക് കോഴിയിറച്ചിയൊക്കെ നമ്മൾ കഴിക്കും, ഇപ്പൊ പിന്നെ എല്ലാവരും കഴിക്കാൻ. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞു വന്നു വെച്ചാൽ അപ്പൊ ആ പഠിക്കുന്നിടത്ത് തന്നെ നമുക്ക് തെറ്റുണ്ട്. അപ്പൊ നമ്മളുടെ ആരാധനാ കേന്ദ്രത്തിൽ അറിഞ്ഞോ അറിയാതെ നമുക്ക് കാലപ്പഴക്കത്തിന്റെ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യരുത് കേട്ടോ. കുട്ടികൾ കളിക്കുക, സംസാരിക്കുക, അവരെന്തും ചെയ്യട്ടെ. നമ്മൾ മുതിർന്ന തലത്തിൽ ഇരുന്നാൽ മതി. എനിക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ല, ഞാനിത് ആസ്വദിക്കുന്നുണ്ട് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറയുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയ പ്രശ്നവിചാരം പോലെയല്ലല്ലോ പറയുന്നേ എന്നുള്ളത്. ഒന്ന് നിങ്ങളുടെ ബുദ്ധിമുട്ട്, ദുഃഖം, ദുരിതം ഒരു പറഞ്ഞിട്ടും എനിക്കറിയാം അല്ലാണ്ട് ഉണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ആള് മരിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു ദുഃഖം കൊണ്ടോ നിങ്ങൾക്ക് ജോലി പ്രശ്നം ഉണ്ടല്ലോ, കല്യാണം നടക്കാത്തവരുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ യാഥാർത്ഥ്യമില്ലേ? കുറച്ച് കോമണാണ് എല്ലാ സ്ഥലത്തും പോയി. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഇങ്ങനെയൊക്കെ ദുഃഖങ്ങളുണ്ട്, അതിനൊരു സൊല്യൂഷൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് രക്ഷപ്പെടുക, ഇതാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഇല്ലേ? അപ്പൊ അത് അറിയണമെങ്കിൽ അതിനാണ് ഞാൻ കുറച്ച് ഈ ഒരു ചരിത്രമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ ദൈവങ്ങൾ ഉണ്ടെങ്കിൽ ആ ദൈവങ്ങളെ നമ്മൾ ആരാധിക്കേണ്ടത്, പക്ഷെ നമ്മൾ കണക്കർ ആരാധിക്കേണ്ടത് നമ്മുടെ സമ്പ്രദായത്തിലാണ്. അവിടെ ഉത്തമ മധ്യമം തിരിക്കേണ്ടത് നമ്മുടെ രീതിക്കാണ്. കാവിനെ മതില് കെട്ടിക്കൊണ്ട് നമ്മൾ അതിൽ ഇന്ന മൂർത്തികൾക്ക് ഇന്ന ആരാധന എന്ന് പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനം വേണം. ഇവിടെ ജ്യോത്സ്യന്മാര് പ്രശ്നം വെച്ചിട്ടാണ് പലപ്പോഴും ആചാരം നിശ്ചയിക്കുന്നത്. ജ്യോതിഷം പ്രശ്നം വെച്ച് ആചാരം നിശ്ചയിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്നത്, ഞാൻ ജ്യോത്സ്യമേ പറയുന്നുള്ളൂ, പണിക്കരെന്ന് പറഞ്ഞില്ല. എല്ലാ പണിക്കന്മാരും ജ്യോത്സ്യം ചെയ്യുന്നില്ല. എന്നാൽ ജ്യോത്സ്യം ചെയ്യുന്നവരെല്ലാവരും പണിക്കരല്ല താനും. അപ്പൊ അതുകൊണ്ട് വെച്ചാൽ ജ്യോതിഷൻ എന്നാണ് വാക്ക്. ചില ആൾക്കാർ ഇപ്പൊ നിങ്ങൾ പ്രശ്നം വയ്ക്കാൻ പോകുമ്പോൾ ഗുരുനാഥ എന്ന് വിളിക്കാറുണ്ടല്ലേ ജ്യോത്സ്യന്മാരെ? അങ്ങനെ വിളിക്കാൻ പാടില്ല. ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരാണ്, ജ്യോത്സ്യനല്ല. അപ്പൊ എന്താ ജ്യോത്സ്യനാണ്, വക്കീലെ വിളിക്കുന്ന പോലെ. ജ്യോത്സ്യരെന്നാ വിളിക്കുക, ജ്യോത്സ്യരേനെ. ഗുരുനാഥ വിളിക്കരുത്. ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സമ്പ്രദായത്തിലുള്ള ഗുരുവിനെ മാത്രമേ നമ്മൾ ഗുരു എന്ന് വിളിക്കേണ്ടുള്ളൂ. അല്ലാത്തവരെല്ലാവരും അച്ഛനാണ്. ശരിക്കും അച്ഛൻ, നമ്മൾ അയലോക്കാരൻ അച്ഛനാണെങ്കിൽ നമ്മളൊരു മര്യാദ എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛനാണ്. ബാക്കി ചെറിയച്ഛനും വലിയച്ഛനും അച്ഛനും മുത്തച്ഛനും ഒക്കെയാണ്. അപ്പൊ എന്താ വെച്ചാല് ഇവര് പ്രശ്നം വെച്ച് പറയുന്നവർ എന്താണെന്ന് വെച്ചാൽ പ്രശ്നം വെച്ചിട്ട് ഇവര് പഠിക്കുന്ന പുസ്തകത്തിലുള്ളതല്ലേ ഇവർക്ക് പറയാൻ പറ്റുള്ളൂ. ജ്യോതിഷന്മാർ പഠിക്കുന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ പ്രശ്നമാർഗവും ഹോരാശാസ്ത്രം എന്ന് പറയുന്ന 2 പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളിൽ എവിടെയും തന്നെ കണക്കരുടെ ആചാരങ്ങളെക്കുറിച്ചോ കണക്കരുടെ വിശ്വാസങ്ങളെക്കുറിച്ചോ കണക്കർ ആചരിച്ച് വിശ്വസിച്ചു പോകുന്ന പരമ്പരാഗത ദൈവങ്ങളെക്കുറിച്ചോ പറയുന്നില്ല. പിന്നെ എവിടെ നോക്കി പറയും? അവര് നാട്ടിൽ കണ്ടും കേട്ടോ അവരറിഞ്ഞ കാര്യമാണ് നമ്മളോട് പറയുന്നത്.
അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ ഇപ്പൊ തന്നെ ഇവിടെ ഞാൻ അന്വേഷിച്ചു പ്രേത വേർപാട്, സുദർശന ഹോമം, മൃത്യുഞ്ജയ ഹോമം, എവിടെ പോയി സുബ്രഹ്മണ്യ സ്വാമി, അങ്ങനെയൊക്കെ പരിഹാര സമയത്ത് അവർ പറഞ്ഞിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രശ്നം വെച്ച സമയത്ത് അങ്ങനെയൊക്കെ ചടങ്ങുകൾ പറയാൻ സാധ്യത 2-3 ദിവസമൊക്കെ ഒരു പരിഹാരക്രിയ പോലെ അല്ലേ അത് ചെയ്തിരുന്നു അന്ന്. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രശ്നം വെക്കുന്ന സമയത്ത് സാധാരണ നമ്മുടെയൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ജോലിസ്യം പ്രശ്നം വെച്ചിട്ട് പറയും. ഒരു ദേവപ്രശ്നമാണെങ്കിൽ പറയാം, ഇത് ഈ ദേവപ്രതിഷ്ഠയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ പ്രേത വേർപാട് നടത്തണം എന്ന് പറഞ്ഞാൽ അവർ പറയും എന്താ വേണ്ടത്, നിങ്ങൾ എല്ലാവരും നിൽക്കുകയാണെങ്കിൽ എനിക്ക് നിൽക്കുന്ന ഒട്ടും ഇഷ്ടമില്ല, എനിക്ക് നിന്നാൽ സംസാരം പറ്റും. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഇരുന്നാൽ എനിക്കൊരു സന്തോഷമായി. എവിടെയെങ്കിലും നിങ്ങൾക്ക് നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കസേര തരാം, ഞാൻ നിലത്തിരിക്കാം, അതെനിക്ക് കുഴപ്പമില്ല. ഇതൊക്കെ എന്താ വെച്ചാൽ സാമൂഹികമായിട്ട് കുറെ വിഷയമുണ്ട്. ഇപ്പൊ ഞാൻ ഇരിക്കുന്നു, മുതിർന്ന ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാരെന്താ പറയുക, ആ ചെങ്ങായി അത്ര പ്രായമുണ്ട്, അയാൾ ഇരുന്നിട്ട് അയാളെ നിർത്തിയാൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് എല്ലാവരും കേട്ടോളൂ, ഈ പ്രേത വേർപാട് നടത്താൻ പറയുമ്പോൾ അവര് പറയും പരിഹാരമാണ്, പ്രേത സാന്നിധ്യമുണ്ട് ദൈവങ്ങൾക്ക്, അതുകൊണ്ട് പ്രേതങ്ങളെ വേർപാട് ചെയ്ത് ഒഴിവാക്കണം, സായുജ്യ പൂജ നടത്തണം. സായുജ്യ പൂജ നടത്താൻ വേണ്ടി അവരൊരു ക്രമം പറയാം. ഒന്ന്, ഒരു മഹാഗണപതി ഹോമത്തോട് കൂടിയിട്ട് മൃത്യുഞ്ജയ ഹോമം, ചിലരെന്താ വെച്ചാൽ യമരാജ ഹോമം പറയും, യമരാജ ഹോമം നടത്തണം. എന്നിട്ട് സുദർശന ഹോമം നടത്തണം. സുദർശനഹോമം നടത്തിയിട്ട് പ്രേതങ്ങളെ ആവാഹിച്ച് തിലഹോമത്തോട് കൂടിയിട്ട് സായുജ്യം നടത്തണം എന്ന് പറയും. തിലഹോമം ഇല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു സായുജ്യ പൂജയോട് സായുജ്യം നടത്തും, എന്നിട്ട് തിലഹോമം നടത്താം. എന്നിട്ട് എന്ത് ചെയ്യും, ആ വിഗ്രഹങ്ങൾ അതിന് ഉപയോഗിച്ച വസ്തുക്കളെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടിട്ട് ഇപ്പൊ തിരുനാവായോ തിരുനെല്ലോ കൊണ്ട് അത് ക്ഷേത്രപിണ്ഡം നടത്തണം, അവിടുത്തെ ബ്രാഹ്മണ ഭോജനം അതൊക്കെ നടത്തി കൊടുക്കണം. എന്നിട്ട് വാർഷികമായിട്ട് നിങ്ങൾ ബലിയിടൽ ഇതൊക്കെ നടത്തണം. പിന്നീട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പിതൃക്കൾക്ക് എന്ന് ആദ്യം അറിയണം. പിന്നെ ആരാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ഇതിന് നിങ്ങളോട് ക്ഷണിക്കാൻ പറയാ, ഇത് അറിയുന്ന ആൾക്കാർ. ആദ്യം ചിലർക്ക് നമ്പൂതിരിമാരത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെന്നെ ഇവിടെ നാട്ടിലെ ശാന്തി ഈ പൂജ ചെയ്യുന്ന നമ്പൂതിരിമാരെ വിളിക്കും, അല്ലെങ്കിൽ പണി അറിയുന്ന ജോത്സ്യരോ ആരെങ്കിലും ഒരാൾ വിളിച്ച് ചെയ്യും. സുദർശനം നടക്കുമ്പോൾ എന്താ നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി ഒരു മുസ്ലിം പയ്യനെ കല്യാണം കഴിച്ച് പോയി. ഞാൻ ഒരിക്കലും ചെയ്തൊന്നുമില്ലോ പറഞ്ഞത്, വിഷയം പറഞ്ഞു പറയുമ്പോൾ ഒരിക്കലും മറ്റൊന്നും ആരും ഫോക്കസ് ചെയ്യരുത്, മറ്റൊന്നും കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. ആ കുട്ടി പോയി കല്യാണം കഴിഞ്ഞ് പോയി, നമുക്ക് അപ്പം ഉണ്ട് മുസ്ലിം പയ്യനാണ് കൊണ്ടയ്യേ, നമുക്ക് ചെറിയ വിഷമമുണ്ട്. പിറ്റേസം നമ്മൾ കേൾക്കുകയാണ് ഓളേ പൊന്നാനിക്ക് പോയി കൊടുക്കും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി വിഷമായില്ലേ. 2 വയസ്സോളം മതപഠനത്തിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ ഓളും മക്കനെ കെട്ട് വന്നു. മക്കളെ തലേ ആ കുട്ടികൾ അതിന്റെ മുന്നേ ചിലപ്പോൾ ഷാള് വെയിലെത്തിട്ടുണ്ടാവും, പക്ഷെ മക്കളുടെ അവർക്ക് വീണ്ടും വിഷമായി ഇല്ലേ. എന്താ അതിന് കാരണം? നമ്മളെ കുട്ടി നമ്മളെ കൂട്ടത്തിൽ നിന്ന് പോയി ഇല്ലേ. കുട്ടിക്ക് കുഴപ്പമില്ല, എന്താണ് കുട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അപ്പ. പക്ഷെ നമ്മളെ ഇവിടെ എന്താ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ, ഈ സുദർശനഹോമം നടക്കുമ്പോൾ നമുക്ക് വരുന്ന ഈ മരിച്ചുപോയ ആളുകളുടെ ശാപത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സുദർശനഹോമം നടക്കുമ്പോൾ ഉണ്ടാവുന്നത് തിലഹോമം മൃത്യുഞ്ജയ ഹോമൊക്കെ വിശ്വാസപരം വലിയ കുഴപ്പമില്ല. ഇതിൽ സായുജ്യം നടത്തുന്ന നേരത്ത് പ്രേത വേർപാട് നടത്തുമ്പോൾ സുദർശനഹോമം നടത്തുന്നത് നമ്മളുടെ പിതൃക്കളുടെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുഴപ്പമില്ല, ആ വായിച്ചാൽ കിട്ടാനാണ്. ഇത് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ പിതൃക്കളുടെ മരിച്ചുപോയ ആൾക്കാർ ആരും ആവാട്ടോ, കുട്ടികളും മക്കളോ അച്ഛനോ അമ്മയോ ആരും ആവും. ഈ മരിച്ച ആളുടെ പ്രേതത്തെ ഒരു രൂപത്തിക്കാണ് ആവാഹിക്കുക. ആ ഒരു ആണിന്റെയും പെണ്ണിന്റെയും ചെറിയ വെള്ളിന്റെ സാധനം ഉണ്ടായിക്കാണ് ആവാഹിക്കുക. പിന്നെ ആണും പെണ്ണും ഉണ്ടെങ്കിൽ അശേഷ പ്രതിമ എന്ന് പറയും, അത് ആണും പെണ്ണും കൂടിയിട്ടുള്ള പ്രതിമയാണ്. പിന്നെ പൂച്ചശാപം ഉണ്ടെങ്കിൽ മാർജാര പൂച്ചയുടെ രൂപം ഉണ്ടാവും, ഗോശാപം ഉണ്ടെങ്കിൽ പശുവിന്റെ രൂപം ഉണ്ടാവും, സർപ്പമാണ് ഇങ്ങനെ. അപ്പോൾ ഈ മനുഷ്യന്റെ രൂപത്തിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞാൽ അടുത്ത പണി എന്താ വെച്ചാൽ അയാളെ ശുദ്ധീകരിക്കണം. അപ്പൊ മനസ്സിലാക്കണം, ഇപ്പൊ ഈ വീട്ടിൽ മരിച്ച ഒരാളുടെ പേര് ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ഞാൻ പറയും ഒരു പട്ടികജാതിക്കാരന്റെ വീട്ടിൽ മരിച്ച ആളുടെ പേര് രാമൻ എന്ന് പേര് ഒരാൾ മരിച്ചു എന്ന് കരുതുക. ആ പട്ടികജാതിക്കാരനായിരിക്കുന്ന രാമൻ ഒരു ഈ പറഞ്ഞ കണക്ക് സമുദായത്തിലൊരു രാമൻ, ആ രാമന്റെ പ്രേതപരിപാടി നടത്താൻ വേണ്ടി നടത്തുമ്പോൾ അതിന് ആ രാമന് രൂപം ഉണ്ടെങ്കിലേ അയാളെ ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. അത് രൂപത്തിൽ കൊടുത്തിരിച്ചിട്ട് അവർ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങൾ സുന്നത്ത് നടത്തുന്ന പോലെയാണ്. ഇവരെന്ത് ചെയ്യാണ്, ഇയാളെ കുലത്തിൽ നിന്ന് അടർത്തിയെടുക്കും. അതായത് അയാൾക്ക് ഗായത്രി മന്ത്രം ഉപദേശിക്കും, അയാൾക്ക് ഉപനയനം ചെയ്യും. പൂണിലിടണമെന്നും കാണില്ല കേട്ടോ, അപ്പൊ മാനസികമാണ്. ഉപനയനം നടത്തി ബ്രാഹ്മണ സമ്പ്രദായത്തിക്കോ സമൂഹത്തിക്കോ എങ്ങിട്ട് എടുത്തതിന് ശേഷം ആണ് മഹാവിഷ്ണുവിൽ ലയിപ്പിക്കുക. അതായത് ഒരു മാർഗം കൂടല് അല്ലെങ്കിൽ മാർഗം കൂട്ടല്, ഒരു കൺവെർഷൻ നമ്മളുടെ പിതാവിന് നടത്തും. അപ്പൊ ഉണ്ടാവുന്ന എന്താണ്, നമ്മുടെ പിതൃക്കൾ സന്തോഷമായിട്ടാണോ പോവുക? നിങ്ങൾ ആരെങ്കിലും മറ്റൊരു മതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ പിതൃക്കൾ എന്ത് പറയും, ഈ കണ്ട കാലം അത്രയും ഞാൻ എന്റെ കാരണവന്മാരെയും ദൈവങ്ങളെയും പിതൃക്കളെയും വിളിച്ചു പോയിട്ട് ഇന്നെ ആ കൂട്ടത്തിൽ നിന്ന് മാറ്റി, നിങ്ങൾ ഗതി പിടിക്കില്ലടാണ് എന്നിട്ടാണ് പോകുന്നത്. അല്ല മഹാവിഷ്ണുവിന്റെ കുഴപ്പമല്ല, അള്ളാന്റെ കുഴപ്പമല്ല. അപ്പൊ ആദ്യം തന്നെ പ്രശ്നം ദൈവങ്ങൾ എടുത്തു വെക്കുമ്പോൾ ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യും. അപ്പൊ ഇതിന് ചോദ്യം ഉണ്ട്, അപ്പൊ നമ്മളെന്താ ചെയ്യാ? നമ്മളുടെ രീതിയായിരുന്നു ചാവ് വിളി, പ്രേതം വിളി എന്നൊക്കെ പറഞ്ഞിട്ട്
പുസ്തകം കൊടുത്തിട്ടില്ലേ അവിടുന്ന് സെറ്റ് എടുത്ത് വന്നിട്ട് ചാവിളി പ്രേതം വിളി എന്നൊക്കെ പറഞ്ഞ രീതിയുണ്ട് നമുക്ക്. അപ്പൊ അതിലെന്താ വെച്ചാൽ നമ്മള് ഒന്നുകിൽ മരിച്ച് 16-നൊക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മള് അടിയന്തരത്തിന്റെ ഭാഗമായിട്ട് ചാവിളി നടത്താറുണ്ട്, അല്ലെങ്കിൽ പ്രേതം വിളി നടത്താറുണ്ട്, അല്ലെങ്കിൽ വർഷം തികയുമ്പോൾ, അല്ലെങ്കിൽ 41-ന് ഒക്കെ നമ്മൾ പ്രേതം വിളി നടത്തും. പ്രേതം വിളി എങ്ങനെയാ വെച്ചാൽ സാമ്പത്തികമുള്ള ഒരു ഗ്രാൻഡ് ആയിട്ട് നടത്തും. വലിയ കുടുംബക്കാർക്ക് ഗ്രാൻഡ് ആയിട്ട് വലിയ പരിപാടി നടത്തും. സാമ്പത്തിക ഇനത്തിൽ ഒതുക്കിക്കൊണ്ട് ഒന്ന് പാട്ട് പാടിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ടോ ഒരു കർമ്മം ഇട്ടിട്ടോ നമ്മൾ വിളിക്കും. അങ്ങനെ പ്രേതങ്ങൾ ഒരിക്കലും ഈ രൂപത്തിലല്ല, ആളിലൂടെയാണ് വരിക. ചിലപ്പോൾ ഇന്നത്തെ പുതിയ തലമുറ ചിലപ്പോൾ ആളൊന്നും വരില്ല. കാരണം ഈ ചില ആൾക്കാരെ കാണാൻ അറിയുമ്പോൾ നമ്മുടെ ആൾക്കാർ ഇപ്പം അങ്ങനെയാണ്. പക്ഷേ പ്രേതമൊക്കെ ഞാൻ പ്രേതമൊന്നും കയറില്ലാതെ നിൽക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു പ്രേതം ഭക്തിയോടുകൂടി നിൽക്കുമ്പോൾ പ്രേത സാന്നിധ്യം വന്ന ആ പ്രേതം നമ്മളോട് പറയും, എനിക്കിൻ്റെ കുട്ടികളെ കാണണം, എനിക്ക് ഇന്നോടെ കാണണം. അത് ചിലപ്പോൾ അത്ഭുതപ്പെടും. ചില കുഞ്ഞുമക്കളെയൊക്കെ ചോദിക്കാൻ അറിയാത്ത അമ്മേൻ്റെ പേരൊക്കെ ഇവിടെ വന്നിട്ടില്ല. എന്താ പറയുക, ഞാനും വന്നില്ലേക്കും, കുട്ടിക്ക് ഞാനും അറിയണ്ടാവില്ല, പക്ഷേ ഈ കുട്ടി ഇത് പറയുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവരെ വിളിച്ചു, പണ്ടൊക്കെ ആണെങ്കിൽ ജീപ്പ് പിടിച്ച് നോക്കി ചൂട്ടോ. ഇപ്പൊ പിന്നെ ഫോൺ വിളിച്ചിട്ടാണ് പ്രയത്നം കൊടുക്കാൻ തോന്നുന്നു. എന്തായാലും ശരി, ഇങ്ങനെ വിളിച്ച് വരുത്തി കണ്ട് സംശയ കുട്ടികളും മക്കളും ചോദിക്കുന്നത് എന്താ വേണ്ടേ, ഇപ്പൊ നീര് വേണമെന്ന് പറയുമ്പോൾ ബീഡി അടിക്കണ ബീഡി ചോദിക്കും. ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഓരോന്ന് ചെയ്ത് ആ മനുഷ്യനിലൂടെ ഈ തൃപ്തി വന്നാൽ ചോദിച്ചാൽ എന്താ വേണ്ട. അപ്പൊ ചിലർ പറയും ഞാൻ പാർക്കുകയാണെന്ന് പറയും, അല്ലെങ്കിൽ എനിക്ക് വേണ്ട കുടിയിരുത്തണം എന്ന് പറയും. അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ആരാധിക്കുന്നതാണ് നമ്മുടെ സമ്പ്രദായം. അപ്പൊ എന്തായി, അവരുടെ തൃപ്തി ഉണ്ടാവും, നമുക്കും തൃപ്തിയായി. നമ്മളെ കാരണവന്മാരും ഒന്ന് സംസാരിച്ചു. അപ്പൊ മറ്റത് മതം മാറ്റമാണ്. ആ മതം മാറ്റിയതിന് ശേഷം നമ്മൾ ദൈവങ്ങൾ എടുത്തു വെക്കുമ്പോൾ അവരുടെ ശാപം. ഇനി ഞാൻ ദൈവ വിഷയത്തേക്ക് വരാം. നിങ്ങൾക്ക് ബോറടിക്കണില്ല എന്ന് കരുതണോട്ടോ. ഞാൻ വലിയൊരു രസം ഉണ്ടാവില്ല. അതിനാണ് ഇടയ്ക്ക് ഇന്നസെന്റും മുകേഷൊക്കെ പറയും, ഞാൻ സിനിമയൊക്കെ പറയും. അപ്പൊ എന്താ തോന്നണ്ട, കുറച്ചെങ്കിലും ഒരു റിലാക്സേഷൻ വേണ്ടത് ഞാൻ പലതും പറഞ്ഞു പോകട്ടോ. അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ പിടിക്കാം. ഇനി അടുത്താണ് ദൈവ വിഷയങ്ങൾ. അപ്പൊ പിതൃക്കളുടെ ശാപം നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു. ഈ ദൈവ വിഷയങ്ങൾ വരുമ്പോഴാണ് ജ്യോത്സ്യന്മാർ പ്രശ്നം വെച്ചിട്ട് പറയും. ഒന്ന്, ഒരു കാളി സങ്കല്പം. ഭഗവതി മീൻസ് അധികം കാളിയാണ്, കൊടുങ്ങല്ലൂർ അമ്മ, അങ്ങനത്തെ ദേവതകളൊക്കെയാണ് അധികം സങ്കല്പിക്കുക. ഈ ദേവത വന്നു കഴിഞ്ഞാൽ ജ്യോത്സ്യന്മാർ പറയും ഇത് ഉത്തമത്തിലുള്ള ഭഗവതിയാണ്, ഇതിന് ഉത്തമത്തിലാണ് ആരാധിക്കുന്നത്. എന്താണ് ഉത്തമം? അവർ പറയുന്നത് ബ്രാഹ്മണ ശൈലിയാണ് ഉത്തമം എന്നാണ് പറയുന്നത്. അവിടെ കാളി എന്താണ്? കാളിയുടെ സ്വരൂപം കാളി രൗദ്ര ദേവതയാണ്. കാളിയെ കുറിച്ച് എവിടെയാണോ പറയുന്നത്? എൻ്റെ കയ്യിലൊരു പുസ്തകം ഇരിക്കുന്നുണ്ട്. ഈ പുസ്തകം നമ്മൾ ഇതിലെല്ലാം നമുക്കിപ്പോൾ അനുകൂലമല്ല. കുറേ കാലത്തിന് ശേഷം കുറേ കാര്യങ്ങൾ ബ്രാഹ്മണർ കടത്തിയിട്ടുണ്ട്. എന്നാൽ പോലും ഇത് പരമശിവൻ പാർവതിക്ക് ഉപദേശിക്കുന്ന ഒരു ശാസ്ത്രമാണ്. നമ്മൾ വേദങ്ങൾ കേട്ടിട്ടില്ലേ? സ്വതവേ ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, വയസ്സാർക്കാരെങ്കിലും വേദങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ വേദങ്ങളും നമ്മളും തമ്മിലൊരു ബന്ധമില്ല. നമ്മൾ ഹിന്ദുക്കളാണ്ട് കാര്യമില്ല, നമ്മൾ വേദങ്ങൾ തമ്മിൽ ബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ അമൃതകർത്ത വർഷമൊക്കെ വന്നു. നമുക്ക് എങ്ങനെ വെച്ചാൽ തന്ത്രം എന്നുകൊണ്ടൊരു പരിപാടിയാണ്. തന്ത്രം എന്ന് പറഞ്ഞാൽ ഈ നമ്പൂരാക്കന്മാർ കൊണ്ടുനടക്കുന്നതല്ല തന്ത്രം. അത് അവർ നമ്പൂരിമാർ കുറേ കുത്തിക്കാലത്ത് ഉണ്ടാക്കിയാണ് ചെയ്തത്. നമ്മൾ ചെയ്യുന്നതാണ് തന്ത്രം. നമ്മൾ ചെയ്യുന്ന ഈ പൂജയൊക്കെ ഉണ്ടല്ലോ, ഇതാണ് തന്ത്രം. ഈ കളം വരയ്ക്കുക, ഇങ്ങനെ കൊടുക്കുക, അങ്ങനെ പരിപാടിയില്ല. ഇതാണ് യഥാർത്ഥ തന്ത്രം. ഇതിനെക്കുറിച്ച് പറയുന്നത് ഭഗവാൻ പരമശിവനാണ്. അങ്ങനെ ഭഗവാൻ പരമശിവൻ ഭൂരിപക്ഷമായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി കൊടുത്ത് ഇതിന് ഈ ശാസ്ത്രത്തിൽ പറയാം കുള ആർണവ തന്ത്രം, കൗളമാർഗം എന്നാ പറയാം. നമ്മളുടെ വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഈ സമ്പ്രദായക്കാരുടെ വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതായിരുന്നു. പക്ഷെ നമ്മൾ മലബാർ ദൈവങ്ങൾ ഉണ്ടാക്കാൻ വരാം, മലദൈവങ്ങളൊക്കെ. അപ്പൊ കാളിയെ ഉപാസിക്കുമ്പോൾ ഇതിൽ ഭഗവാൻ പരമശിവൻ പറഞ്ഞിരിക്കുന്നതാണ് നമ്മളുടെ നിയമം. അതിൽ ഭഗവാൻ പറഞ്ഞെന്ന് വെച്ചാൽ കാളിയുടെ ഭഗവതി പാർവതിയെ ചോദിക്കുന്നുണ്ട്, ദേവീ ദേവന്മാരുടെ തൃപ്തിക്ക് വേണ്ടി എന്താ ചെയ്യണ്ടേ ചോദിക്കുന്നുണ്ട്. ഏത് വിധം പൂജ ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞത് ഏറ്റവും അത്യുത്തമ പൂജയായിട്ടാണ് പറഞ്ഞത്. ഉത്തമ പൂജയല്ല, അത്യുത്തമ പൂജ. ചതുഷ്ടഷ്ടി ഉപചാരം, 64 ഉപചാരം തന്നെ കൊടുക്കുന്ന സാധനമാണ് കേട്ടോ. 64 ഉപചാരങ്ങളെ കൊണ്ട് പൂജിക്കണം. അതിൽ തന്നെ മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനമേവച മകാര പഞ്ചകം ദേവീ ദേവതാ പ്രീതികാരകം മാംസാഭാവേന ലശുനം സാർദ്രകം നാഗരന്തുവാ ആദായ പൂജയാൻ ദേവി ചാന്യതം നിഷ്ഫലം ഭവേ. അതായത് ഒരു പൂജ പരിപൂർണമാകണമെങ്കിൽ നമ്മുടെ സമ്പ്രദായ പ്രകാരം ഭഗവതി പൂജയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഭഗവാന്മാരാണെങ്കിലും മദ്യവും മത്സ്യവും മാംസവും മുദ്ര എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വറപൊടി എന്നല്ല പറയാ, തവിട് അല്ലെങ്കിൽ നമ്മൾ വെറ്റിലടക്കിയ ദക്ഷിണ വെക്കും, ഇതൊക്കെ മുദ്രയാണ്. അല്ലെങ്കിൽ മലര് വെക്കും, മുദ്രയാണ്. പയറ് പുഴുക്ക്, എന്താ പയറ് വേവിക്കും നമ്മൾ, അത് ഇവിടെ ഉണ്ടാവുന്നില്ല ഈ വെച്ച് നെയ്ത്തിനൊക്കെ. അവിടെ താഴത്തൊക്കെ പയറ് പുഴുക്ക് പോലെ പയറോ കടല അങ്ങനെ പരിപാടി ഇല്ല. തേങ്ങാപ്പൂളൊക്കെ ഇട്ടിട്ടെ അങ്ങനെ പരിപാടി ഇല്ല. അവരും മലയുടെ ഇതൊക്കെ ഉണ്ട്, ഇത് മുദ്ര. അപ്പൊ പയറൊക്കെ ക്രമം ഉണ്ട് ഇതിന്. ആ സാധനങ്ങൾ വെക്കും. അപ്പൊ അതൊക്കെ മുദ്രയിലാ വരിക. തവിടാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇതൊക്കെ മുദ്രയിലാ വരിക. പിന്നെയാണ് നമ്മൾ ചെങ്കുരുതിയും കരിങ്കുരുതിയും വെക്കും. ഇതാണ് ഈ പറയുന്ന 5ാമത്തെ മൈഥുനം എന്ന് പറയാം. മറ്റതിന് വലിയൊരു അർത്ഥമുള്ള ഒരു സ്ഥലമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യത്തോടെ പറയുന്നില്ല. ഒന്ന് ഭാര്യ ഭർത്താക്കന്മാരുടെ ദാമ്പത്തിക ജീവിതം പോലും ദൈവിക ഉപാസനയാണ്. അത് മനസ്സിലാക്കി വെച്ചാൽ മതി, അത് വിട്ടുള്ളൂ. അപ്പൊ ഈ ചെങ്കുരുതിയും കരികുരുതി വെക്കുന്നതും ഇതിന്റെ ഭാഗമാണ്. ഈ 5 കാര്യങ്ങളെ കൊണ്ട് വേണം ഈ പൂജ ചെയ്യാൻ. ആ പൂജ 5 കാര്യങ്ങളെ കൊണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, ഈ പറയുന്ന സാധനങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടല്ല,
ഒട്ടും കിട്ടിയില്ല, അല്ലെങ്കിൽ മുഹൂർത്ത സമയത്ത് കോഴി അങ്ങോട്ട് പാറിപ്പോയി, അങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യണം? മാംസാഭാവേന, അപ്പോൾ മാംസം ഉണ്ടാവില്ല. അപ്പോൾ അതിന്റെ അഭാവത്തിൽ ലശുനം സാർദ്ധകൻ നാഗരന്തു, അതായത് നമുക്ക് ഇഞ്ചിയോ ചുക്കോ സവാളയോ ഉള്ളി ഇതെന്തെങ്കിലും വെച്ചിട്ട് ആ പൂജ മുഴുമിപ്പിക്കണം. അല്ലെങ്കിലോ മറ്റേ ദ്രവ്യങ്ങൾ കൊണ്ട് തന്നെ ആ പൂജ ചെയ്യണം. ഇല്ലെങ്കിലോ നിഷ്ഫലം ഭവേ, ആ പൂജ കൊണ്ട് ഒരു ഫലവും ഉണ്ടാകില്ല. പക്ഷെ എന്താ ഉണ്ടാകുന്നത്? നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മൾ ഈ 1936 ക്ഷേത്രപ്രവേശനം കഴിഞ്ഞ് സർ CP രാമസ്വാമി എന്ന ആള് ഈ പറയുന്ന തിരുവനന്തപുരത്ത് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി ബാലരാമവർമ്മയോട് പറഞ്ഞു, ഈ ആൾക്കാരെ നടന്നാൽ ശരിയാവില്ല, ഇവർ അമ്പലത്തിൽ കയറ്റണമെന്ന് പറഞ്ഞു. അമ്പലത്തിൽ കയറ്റണമെന്ന് പറയാൻ കാരണം എന്താ അറിയോ? അന്നത്തെ കാലത്ത് ഈ നമ്മളെ പുറത്തു കിടക്കുമ്പോൾ പ്രശ്നമുള്ള സമയമാണ്, നമ്മളൊന്നും വഴി അടക്കാൻ സമ്മതിക്കില്ല അവിടെ. അപ്പോ 11 ലക്ഷം ഈഴവർ എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്? ഇവിടെ തീയാർന്ന് അറിയാം. അവിടെ എന്നാലും ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും രണ്ടന്നെയാണ്, ഒന്നല്ല അവര്. അത് നാരായണഗുരുവിന് ശേഷം ഒന്നാന്ന് സംഘടിക്കാൻ വേണ്ടി, എനിക്ക് രണ്ടാണ്. പക്ഷെ അവിടുത്തെ ഈഴവര് 11 ലക്ഷം പേര് ജാതീയ ഐത്തം കാരണം മതം മാറുക. കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞാൽ അപ്പം മതം മാറുമെന്ന് പറഞ്ഞു. അയ്യോ ഇതൊന്നും അല്ലല്ലോ ഞങ്ങൾ കേൾക്കേണ്ടതെന്ന് ചിന്തിക്കരുതേ, നിങ്ങൾ ആരാന്ന് അറിയാൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മതം മാറുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിലേ കുറെ ആൾക്കാർ അവിടെ ക്രിസ്ത്യാനികളായിട്ടുണ്ട്. ഈ 11 ലക്ഷം ഈഴവർ പോയാൽ ഹിന്ദു എന്ന് പറഞ്ഞ സവർണ മതം, സവർണര് ബ്രാഹ്മണരായി തുടങ്ങുന്ന നായന്മാര് വരെ എത്തി നിൽക്കുന്നവര് എണ്ണം കുറയും. അപ്പോൾ ബാലരാമവർമ്മയോട് സർ CP പറഞ്ഞു, ദിവാൻ പറഞ്ഞു, ഇവരെ ക്ഷേത്രത്തിലേക്ക് കയറ്റണം എന്ന് പറഞ്ഞു. ക്ഷേത്രത്തിലേക്ക് കയറ്റിയപ്പോൾ ഈഴവർക്കും മറ്റ് പിന്നോക്കക്കാർക്കും നമ്മളുടെ സമൂഹങ്ങൾ അവിടെ ഉള്ളവർക്കും തോന്നിയത് എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഹിന്ദു തന്നെയാണ്, ഈ നാട്ടിലത്തെ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഓക്കെ, അല്ലാണ്ട് ഇവരുടെ ആൾക്കാരല്ല. അപ്പൊ നമുക്ക് തോന്നി നമ്മൾ അവരായി തോന്നി. ഇവിടെയാണെങ്കിൽ 1947 കഴിഞ്ഞ് 48 മലബാറിൽ ക്ഷേത്രപ്രവേശനം വരുന്നത്. 36 അവിടെ നടക്കുമ്പോൾ 48 ഇവിടെ തിരുമാന്താംകുന്നിലും ഒക്കെ യഥാർത്ഥത്തിൽ ശരിക്കും ഒന്ന് കയറി തൊഴാം തളി ക്ഷേത്രത്തിൽ ഓടിക്കും. ഇപ്പൊ അതിന് സാമൂതിരി രാജാവ് പറഞ്ഞത് വെച്ചാൽ ഇവിടെ ക്ഷേത്രപ്രവേശനത്തിന്റെ വിഷയം വന്നു. ഇത് കേൾക്കുമ്പോൾ ഇത് എന്തിനാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മനസ്സിലാവും കേട്ടോ, എന്തിനാണ് ക്ഷേത്രത്തിൽ ഇവരെ കയറ്റുന്നേ. അതിന് പറഞ്ഞ കാര്യം വെച്ചാൽ ഇന്ന് വഴി നടക്കുന്ന സമരമാണ് ഇവിടെ കാര്യമായിട്ട് നടന്നിരുന്നത്. അപ്പോഴും അപ്പൊ സാമൂതിരി പറഞ്ഞെന്താ വെച്ചാൽ, സാമൂതിരി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ പ്രദേശത്തെ രാജാവായിട്ട് ഇരുന്ന ആൾക്കാരാണ്. അതിന് മുന്നേക്കെ നമ്മളായിരുന്നു രാജാവ്, അത് നമുക്ക് തന്നെ അറിയില്ല. നമ്മൾ പറയുന്നുണ്ട് അമ്പരാമാരെ വീട്ടിൽ പണിക്കുന്നവരെ നമ്മൾ കഥ പറയും, അങ്ങനെയൊന്നുമല്ല. അപ്പൊ ഈ സാമൂതിരി രാജാവ് പറഞ്ഞത്, ഇന്ന് വഴി നടക്കണം അമ്പലത്തിൽ കയറണം എന്ന് പറയുന്നവർ നാളെ ഹിന്ദു ആണെന്ന് അവകാശപ്പെടില്ലേ എന്നാണ് സാമൂതിരി രാജാവ് ചോദിച്ചത്. ഞാൻ പറയല്ല, രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളും തന്നെ ക്ഷേത്രത്തിൽ കയറ്റാന്നുള്ള നിയമം വന്നു. അപ്പൊ അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ, പിന്നെ അതിന് ശേഷം 1900 കുറെ കാലം കഴിഞ്ഞു 1987 അന്നത്തെ ശങ്കരാചാര്യ സ്വാമികൾ, ശങ്കരാചാര്യ പഴയ ശങ്കരാചാര്യല്ല, അവർക്കിപ്പോൾ ഞാൻ ചണ്ടാള ബാബ എന്ന് പറയുന്ന പോലെ, ഞാൻ ചണ്ടാള ബാബ ആണത് എൻ്റെ ആശ്രമത്തിന്റെ മഠാധിപതിയുടെ പേരാണ്, എൻ്റെ പേരൊക്കെ വേറെയാണ്, അപ്പൊ എൻ്റെ സ്ഥാനപ്പേരാണ്. അപ്പൊ എന്താ കാര്യം വെച്ചാൽ, ബ്രാഹ്മണരെ സംബന്ധിച്ച് ഏറ്റവും താഴ്ന്ന ജാതിക്കാരനെ അവർ വിളിക്കുന്ന പേരാണ് ചണ്ടാളൻ. അപ്പൊ ഞാൻ ചണ്ടാള ബാബ എന്ന് പറഞ്ഞ, ബാബ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അച്ഛൻ എന്നാണ്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു വെച്ചാൽ, അങ്ങനെ ഒരു താഴ്ന്നവരുണ്ടെങ്കിൽ അവരുടെ തന്ത ഞാനാണെന്ന്. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു താഴ്ന്നവരെ കാണുന്നുണ്ടെങ്കിൽ ഇനിയും താണതായിട്ട് കണ്ടാൽ മതി. ഞാൻ നിങ്ങളെക്കാൾ നിങ്ങൾ താണല്ല, നിങ്ങൾ ബുദ്ധി വരാം. അപ്പൊ അതിൽ താണതാണെന്ന് പറയാം. എൻ്റെ ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. നിങ്ങൾ ബ്രാഹ്മണനാണെങ്കിൽ ഞാൻ ബ്രാഹ്മണനാകുന്നില്ല, ഞാൻ ചണ്ടാളൻ, എനിക്ക് വേദം അറിയേണ്ട തന്ത്രം അറിയേണ്ടതൊന്നുമല്ല, പൂണിലിട്ട് കുറെ കാലം നടന്നാണ്, പച്ചക്കറിക്കാരനായിരുന്നു, ഒക്കെ ഓക്കെയാണ്. പക്ഷെ മറിച്ച് പറഞ്ഞു വരുന്നതാണ്. അപ്പൊ എന്താ വെച്ചാൽ, ഇവര് ശങ്കരാചാര്യ 87 ഗുരുവായൂരിൽ വലിയ ആചാര്യന്മാരുടെ സദസ്സാണ്. അന്ന് ഇയാൾ വന്നിട്ട് പറഞ്ഞു വെച്ചാൽ, നമുക്ക് ഹിന്ദുക്കളുടെ ആചാരങ്ങൾ ക്രോഡീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ പോലെ ഇങ്ങനെ ഒന്നിച്ചൊരു ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടുമല്ലോ, കാരണം അല്ലാണ്ട് നമ്മളെവിടെയും കിട്ടൂലല്ലോ. അങ്ങനെ ആയപ്പോൾ എന്ത്, പിന്നീട് ജ്യോത്സ്യന്മാരും ആചാര്യന്മാരും പ്രഭാഷകർ എവിടെ ചെന്നാലും ആ ഒന്നാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. അവർക്ക് എന്തേ അറിയുള്ളൂ, ബ്രാഹ്മണരുടെ ആ ആചാരങ്ങളിലേക്ക് ശങ്കരാചാര്യ പറഞ്ഞു കൊടുത്തേ, ഈ ആചാരങ്ങളിലേക്ക് മറ്റുള്ളവരും വരണം എന്ന രീതിയിൽ ഈ പ്രശ്ന വിചാരങ്ങൾ നടക്കാൻ തുടങ്ങി. അപ്പൊ എന്തുണ്ടായി വെച്ചാൽ, സത്യത്തിൽ ഈ സംസ്കാരം നല്ല ഉത്തമ സംസ്കാരം, വൈവിധ്യങ്ങളുണ്ട്. ഈ രാജ്യത്തിന്റെ സംസ്കൃത പ്രത്യേകത വൈവിധ്യങ്ങളാണ്. നമ്മളിപ്പോ പുറത്തു പോയി കഴിഞ്ഞാൽ അപ്പം മാത്രമാണോ കാണുക? കുറുന്തോട്ടി ഉണ്ടാവില്ലേ, തൊട്ടാവാടി ഉണ്ടാവില്ലേ, കൊടുത്തു എന്താക്കി അറിയില്ല, അതുണ്ടാവും. അപ്പൊ എല്ലാം ഉണ്ടാവില്ലേ, എല്ലാത്തിനും ഔഷധ ഗുണമുണ്ട്. പക്ഷെ അറിയാത്ത മണ്ടനോട് പറഞ്ഞാലോ അവനൊക്കെ നശിപ്പിക്കൂല്ലേ. ഈ പറഞ്ഞ പോലെ പാണ്ഡിത്യം കരുതിയ ബ്രാഹ്മണ പുരോഹിതന്മാരും ആചാര്യന്മാരും സന്യാസിമാരും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്തെന്താ വെച്ചാൽ ഈ വൈവിധ്യങ്ങൾ നശിപ്പിച്ചു. അതുവരെ താഴ്ന്ന ജാതി എന്ന് കരുതിയിരുന്ന ആളുകൾക്ക് അറിവില്ല എന്നാണ് ഇപ്പോഴും ഇവർ കരുതുന്നത്. അപ്പൊ എന്താ ചെയ്യാണ്, നമ്മളുടെ ആചാരങ്ങളൊക്കെ മോശമാണ്, അതുകൊണ്ട് ബ്രാഹ്മണരുടെ ആചാരങ്ങൾ നിങ്ങൾ ശീലിക്കണം എന്നുണ്ട്. അപ്പൊ നമ്മളും തന്നെ ഇപ്പൊ നാഴികയ്ക്ക് 48 ഹിന്ദു 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 എന്ന് കേൾക്കുമ്പോൾ നമുക്കാണ് തോന്നുകയാണ് നമ്മള് എന്താ വലിയ കോലത്തെ ഹിന്ദുവാണ് തോന്നുന്നത്. നമ്മൾ കോലംകാരൻ നമുക്ക് ഇല്ലെന്ന് പറഞ്ഞിരുന്നത് നമ്മളാ. ഞാൻ മഠം എന്ന് പറയുന്നുണ്ടെങ്കിൽ മാടം എന്ന് പറയുന്നത് പുലയ എന്താ മലയപ്പുലയന മാടത്തിൻ മുറ്റത്ത് മാടം, ഇതൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പൊ ഇവിടെ പല പ്രയോഗങ്ങളും നമ്മൾ തന്നെയാണ്. ഇവിടുത്തെ ക്ഷേത്രങ്ങൾ ഇപ്പൊ എന്താ പറയുക, തളി ക്ഷേത്രമാവട്ടെ അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രമാവട്ടെ, പത്മനാഭസ്വാമി ക്ഷേത്രം കിട്ടണം തിരുവിതാംകൂറിൽ. ആ ക്ഷേത്രത്തിൽ പണ്ട് അവിടെ പൊലയർ എന്ന് പറയും,
നമ്മളെ തന്നെ ഒന്ന് ചേർത്ത് പറഞ്ഞ പേരാ പുലന്തറ മണ്ണ്, മണ്ണിന്റെ മക്കൾ. പുലയരിലെ ഒരു പെരുമാട്ടുകാളി എന്ന് പറയുന്ന ഒരു മുത്തശ്ശി, അയമ്മ ഒരു ഇതുപോലെ നമ്മൾ കല്ലല്ലേ വെച്ചിരിക്കുന്നത്. ഇതിന് നമ്മൾ ദൈവങ്ങളെ സ്വാമി എന്ന് വിളിക്കാം. നമ്മൾ ഈ സ്വാമി വിളിക്കുമ്പോൾ അവിടെ ആ പേര് ചാമി എന്ന് പറയും. സ്വാമി എന്നാ നമ്മൾ പേരിടാം. സ്വാമി നമ്മൾ പേരിടാറില്ല, ചാമി എന്നാ പേരിടാം. അതിനോട് നമ്മൾ തമിഴ് ഭാഷ കൈകാര്യം ചെയ്യുന്നവരാ, നമ്മൾ തമിഴ്നാട്ടിനോട് ബന്ധപ്പെട്ടവരാ. സാ ഇല്ല, ചായ ഉള്ളു. അപ്പൊ ചാമി, അതിന്റെ കല്ല് ചാമിക്കല്ല്. ആ ചാമിക്കല്ലിൽ ഇരിക്കുന്നിടത്താണ് ഇന്ന് ആരിയിരിക്കുന്നത്? അനന്തപത്മനാഭൻ ഇരിക്കുന്നത്. അനന്തപുരി എന്നപ്പൊ പറയാ, അതല്ല അനന്തൻ കാടാണ്. നമ്മുടെ ആളുകൾ ആരായിച്ചു. അതൊന്നും ഭിന്നിപ്പിന് വേണ്ടി പറയല്ല കേട്ടോ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ ആചാരങ്ങൾ മാറ്റുക എന്നൊരു ഹിഡൻ അജണ്ടയിൽ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് ഈ തറവാട്ടിലല്ല പല തറവാട്ടിലും പോയി ഓരോന്നോരോന്നും പറഞ്ഞിട്ട് അവിടുത്തെ ഒന്ന് നമ്മൾക്ക് കുറെ കാലം വിട്ടുപോയി, ദുരിതം കൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് രണ്ടാമത് ഇതിലേക്ക് കടക്കുമ്പോൾ വീണ്ടും നമ്മൾ പൂനുമ്മ കുരുവിലേക്കാണ് കയറുന്നത്. ഇടിവെട്ടിയോണ്ട് നല്ല പാമ്പടിക്കാറില്ല, അത്രയും കാലം ദുരിതമാണ്. ഒരു പ്രശ്നം വെച്ച് നമ്മൾ കുറച്ച് കാശ് ചെലവാക്കിയിട്ടാണ് കടം വാങ്ങി, കള്ളി വാങ്ങി, ഇല്ലാത്തവന് അണ്ണന്മാരിന്ന് വാങ്ങിയിട്ടും അങ്ങനെ വേദന കൊണ്ട് ഇതൊന്നും രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുമ്പോൾ ഇവർ ഈ ചെയ്ത് വെച്ച ഈ അപരാധത്തിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? തെറ്റിലേക്ക് പോകും. അപ്പൊ എന്തുണ്ടാവുന്നത്? നമ്മൾ ഉത്തമം, മധ്യമം, അധമം എന്നുള്ള സിസ്റ്റത്തിൽ ദേവതകളെ അങ്ങനെ കാണും. ഇപ്പൊ തന്നെ പുറത്തിരിക്കുന്ന ദേവതകൾ അവിടെ ഗുളികനും അതുപോലെ തന്നെ പറക്കുട്ടിയാണ്, പറക്കുട്ടി അല്ലെ, പറക്കുട്ടിയും പുറത്തിരിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ കരുതാം, നിങ്ങൾ കരുതിരിക്കണം, ചിലപ്പോൾ നമ്മൾ കരുതാം ഇവര് മറ്റോടത്ത് പോയിരിക്കാൻ പറ്റില്ല, ഇവരെന്തോ പറക്കുട്ടീനെ ആൾക്കാർ പറയേണ്ട ദൈവം നിന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും അല്ല. അപ്പൊ പറക്കുട്ടിയും ഗുളികനും എന്തോ മോശപ്പെട്ടുകൊണ്ടാണ് പുറത്തിരിക്കുന്നേക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല. ഈ ഒന്നെന്താ വെച്ചാൽ നമ്മൾ അമ്പലം കെട്ടാൻ പറ്റില്ല, നമുക്ക് തുറന്നിരിക്കുന്ന ദൈവങ്ങളാണ്. ഇത് തന്നെ ഇപ്പൊ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരുണ്ടാവില്ല അവിടെ അല്ലേ? കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ വലിയൊരു ചെങ്ങായിനെ ഒരു ശ്രീകോവിലിട്ട് അടച്ചിട്ട് കാണാൻ പറ്റും. ഒരു വലിയ രൂപം ക്ഷേത്രപാലം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെങ്ങായി ഇല്ലേ, കണ്ടിട്ടില്ല? കാലിൽ ആനയൊക്കെ അടിച്ചിട്ട് അതിന് പുറത്താണ് നിൽക്കുന്നത്. എന്താ കാര്യം വെച്ചാൽ അയാൾ ആ ക്ഷേത്രപാലൻ, ക്ഷേത്രത്തെ കാവൽക്കാരനാണ്. അതുകൊണ്ട് അയാൾ പുറത്ത് വെക്കും. നമ്മളിപ്പോ ഒരു സെക്യൂരിറ്റിനെ വെക്കുകയാണെങ്കിൽ അയാളെ അടുക്കളയെ കൊണ്ടിട്ടാണ് അകർത്തി കൊടുക്കുക. അയാളെ പണി എന്താ? ഗേറ്റിൽ വെക്കും. അയാൾ മോശക്കാരനായിട്ടാണോ? ഇപ്പോഴത്തെ കാലത്തൊക്കെ നല്ല ഹൈ ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് മറ്റു ജോലി കിട്ടാണ്ട് സെക്യൂരിറ്റി പണിക്ക് പോകേണ്ട അറ്റൻഡർ ആയിട്ട് പോകുന്നുണ്ട്, പ്യൂണിട്ടില്ലേ? അപ്പൊ ഇത് അയാൾക്ക് കഴിവില്ലാണ്ട് ഇപ്പൊ നമ്പൂരിയാവും. ചിലപ്പോൾ നമ്പൂരിക്ക് ലോട്ടറി ടിക്കറ്റ് വെക്കാല്ലേ, അത് പറഞ്ഞാൽ അയാളാവും നിൽക്കും. പക്ഷെ എന്താ പറയാ, അയാളവിടെ പണിയെടുക്കുന്നില്ലേ? ഇത് പറഞ്ഞ പോലെ എല്ലാ യോഗ്യതകളും ശ്രേഷ്ഠതയും ഒക്കെയുള്ള ദൈവങ്ങളാണ് ഈ പറക്കുട്ടിയും ഗുളികനും. അവരുടെ പണി എന്താണെന്നറിയോ? ഈ ഭൂമി കാക്കുന്ന പണിയാണ്. പറക്കുട്ടി ഭൂമിക്ക് കാവൽക്കാരനാകുമ്പോൾ ഗുളികന്റെ പ്രത്യേകത എന്താ വെച്ചാൽ തടസ്സങ്ങളില്ലാണ്ട്, പ്രശ്നങ്ങളില്ലാണ്ട് നോക്കുകയാണ്. ഗുളികന് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുകയും മരണത്തിന്റെ ദേവത കൂടിയാണ്. ഒരു കഥ പറയാൻ വെച്ചാൽ ഒരിക്കൽ പരമശിവൻ അയാൾ എന്താ വെച്ചാല് ഈ കാലനെ ഈ പണിയൊക്കെ പാടെ കാലനാണല്ലോ ഇവിടെ നമ്മൾ പ്രേതമുള്ളിയൊക്കെ നടത്തുമ്പോൾ കാലന്തമ്പേരാനും കൊണ്ടോയേ എന്നൊക്കെ പാടും. അപ്പൊ എന്തായാലും ശരി, ഈ കാലനെ ഈ മരിക്കുന്ന പണി ഏൽപ്പിച്ചോ കാലിനൊരു ദിവസം പണി മുടക്കി. ഇനി കൂടെ സൗകര്യമില്ല. നമ്മളൊക്കെ അങ്ങനെ അടുക്കള പണിയൊന്നും ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഭക്ഷണമൊക്കെ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെയൊന്നും അടുക്കും, നിങ്ങൾ ദിവസം ഭക്ഷണം കൊടുത്തു ഇവിടെ ഇങ്ങനെ കിട്ടും. അത് ഈ വെട്ടിയിൽ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ കണ്ട അപ്പൊ ഒന്ന് ഇപ്പൊ പറയില്ലേ, ഇത് പറഞ്ഞ കാലം പറഞ്ഞു കൊടുത്തത് എനിക്കത് പോയി, ഞാനത് എപ്പോഴും ഇതായിട്ട് വെറുത്തു പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു ഭഗവാൻ? പിന്നെ ഇയാളെ കാല് പിടിക്കാൻ പോയില്ല. ഭഗവാൻ ഒന്ന് കാല് ജസ്റ്റ് ഓടിച്ചോട് കൂടിയിട്ട് കാലിന്റെ തള്ളവിരലിൽ നിന്നിട്ട് ഒരു സൃഷ്ടിയില്ലായി. ആ സൃഷ്ടിയാണ് ഗുളികൻ എന്നാ പറയുന്നത്. അപ്പൊ ഗുളികൻ വെച്ചാൽ പല ഗുളികന്മാരുണ്ട്. തീ സ്വരൂപത്തിലുള്ള ഗുളികൻ പല ഗുളികന്മാരുണ്ട്. 9 ഗുളികന്മാരുണ്ട് തന്നെ, പ്രധാനപ്പെട്ട 9 ഗുളികന്മാരുണ്ട് എന്നാ പറയാം. അപ്പൊ അങ്ങനെ ഒരു ഗുളികൻ എന്ത് ചെയ്തു? ഗുളികൻ പണ്ട് ഗുളികന് മരണത്തിന്റെ ഇത് കൊടുത്തു. അപ്പൊ ഗുളികന്റെ പ്രത്യേകതയും ഗുളികൻ നമ്മളെ സംബന്ധിച്ച് ഗുളികൻ മരണത്തിന്റെ ദേവതയാണ്. ഇപ്പൊ ഗുളികന് അതൃപ്തി ഉണ്ടായാൽ ആ മരണങ്ങൾ നമുക്കുണ്ടാകും. അതുപോലെ തന്നെയാണ് ഗുളികന് അതൃപ്തി ഉണ്ടായി കഴിഞ്ഞാൽ കർമ്മ തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിൽ പുറത്തിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ്? ഈ പുറത്തുനിന്നതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിച്ചിരിക്കുന്നത്, മോശക്കാരനായിട്ടല്ല. അതിൽ മോശക്കാരായിട്ട് കാണരുത്. പറക്കുട്ടി അതിന് വേണ്ടി ഭൂമിയുടെ കാവൽക്കാരനാണ്. കാരണം പറക്കുട്ടിയുടെ സ്വരൂപം വായുരൂപമാണ്. നിങ്ങളിപ്പോ വേറെ പല രൂപയിൽ നിങ്ങൾക്ക് കാണും കേൾക്കുകയും ശേഷം, മറിച്ച് അതിനെ ശരിക്കും കഴിച്ചാൽ അദൃശ്യമായിട്ട് വായു കാറ്റുണ്ടല്ലോ, കാണിക്കാൻ പറ്റുമോ? ഇതേ രൂപത്തിൽ നിന്നാണ് ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അപ്പൊ അവരുടെ പണി അകത്തിരിക്കുന്നവർക്ക് രക്ഷ നൽകുകയാണ്. അപ്പൊ നമ്മളിപ്പോ നീചൻ എന്നൊക്കെ പറയും. ചിലപ്പോൾ അതിന് നീചൻ എന്ന് പറഞ്ഞാലും മനസ്സിലാക്കുക എന്താ മോശക്കാരൻ. അങ്ങനെയല്ല. ചന്ദ്രന്റെ നീചാവസ്ഥ പറഞ്ഞാല് കറുത്തവാവിന്റെ അന്ന കാണും. ഉച്ചാവസ്ഥ പറഞ്ഞാലോ പൗർണമിക്ക് പൂർണ്ണ ചന്ദ്രൻ. അപ്പൊ നീചൻ എന്ന് പറഞ്ഞാൽ മോശമല്ല. ഇപ്പൊ ഞാനിരിക്കുന്നത് ഉച്ചത്തിലാ, ഈ മോനിരിക്കുന്നതോ നീചത്തില. മോശത്തിലാണോ? അവിടെ ഇരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവശക്തി എവിടെ ഇരിക്കണമെന്ന് വെച്ചാല് സാധാരണ യോഗ ഭാഷയിൽ മൂലാധാരം എന്നാ പറയാം. നമ്മുടെ ഈ ബാക്കിൽ താഴെ ഇരിക്കുന്നതാ പറയാം. പരമേശ്വരൻ എവിടെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ശിരസിൽ ഇരിക്കുന്നതാ പറയാം. എന്നാൽ ഇയാൾക്ക് പൂർണ്ണത കിട്ടണമെങ്കിൽ ഇവിടുന്ന് ജീവശക്തി വരണം. അപ്പോൾ നമുക്ക് സന്തോഷം വരെ അറിയില്ലേ? ആ സന്തോഷം വരണമെങ്കിൽ ഒരു പരിപാടി ശരീരത്തിൽ നടക്കണം. അപ്പൊ അതൊക്കെ എന്താ വെച്ചാൽ അതുകൊണ്ട് ഉച്ചവും നീചവും എന്ന് പറഞ്ഞാൽ മോശമല്ല, ഒരു പ്രയോഗം. പക്ഷെ നമ്മൾ തരുന്നത് നീചനും വൃത്തി. അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ അതുകൊണ്ട് അതാണ്. പിന്നെ ഇപ്പൊ അവിടെ കരിങ്കുട്ടിയും ഷോപ്പ് പോയി.
അല്ലേ? ചൊവ്വയാണെങ്കിലും തന്നെ ചൊവ്വ എന്ന് പറയാൻ കാരണം ജ്യോതിഷത്തെ പ്രകാരം ജ്യോതിശാസ്ത്രം ഉണ്ടല്ലോ, ജ്യോതിശാസ്ത്രത്തിൽ നവഗ്രഹങ്ങളിൽ ഭൂമിയുടെ വിഷയങ്ങൾ ചിന്തിക്കുക. അപ്പൊ നിങ്ങളൊരു കൈവിഷദോഷം അല്ലെങ്കിൽ നിങ്ങളൊരു ഒരാൾ കൂടോത്രം ചെയ്യുമെന്ന് ചിന്തിക്കാൻ പറ്റില്ല. എന്തിന്റെ പേരിലാണ് കൂടോത്രം തന്നു വെച്ചാൽ പറയാം, ഓരോ ഗ്രഹം ഏത് രാശിയിൽ നിൽക്കുന്നു അത് വെച്ച് പറഞ്ഞത്. അപ്പൊ ശത്രുസ്ഥാനം ചൊവ്വ നിൽക്കുന്നത് ശത്രു രാശിയിലാണെങ്കിൽ എന്ത് ലക്ഷണം വേണം? ചൊവ്വ കാരണം എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞ ചൊവ്വയുടെ ഗ്രഹം അല്ല, ചൊവ്വയുടെ രാശിയാണെങ്കിൽ അത് ഭൂമി സംബന്ധമായ വിഷയമാണെന്ന് പറയണമെന്നാണ് പറയാം. ഞാൻ മനസ്സിലാക്കുന്നത് ചൊവ്വ ഭൂമി സംബന്ധിയായ ഭൂമിക്കനെ കാവൽക്കാർ കുറേ ഉണ്ട്. ഭൂമിനെ ആരാധിക്കുന്നതിന് തുല്യമാണ് ചൊവ്വേനെ ആരാധിക്കുന്നത്. കരിങ്കുട്ടി എന്താ വെച്ചാൽ, കരിങ്കുട്ടി നമുക്കറിയാം, നമ്മളെല്ലാവരും കാർഷിക വൃത്തിയുമായിട്ട് നമ്മൾ പ്രധാന പണിയായിരുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട്. അപ്പം നമ്മളുടെ ഒരു എന്താ പറയുക പരദേവത അല്ലെങ്കിൽ ഒരു കുലത്തിന്റെ കർമ്മദേവതയൊക്കെ ആയിട്ടാണ് കരിങ്കുട്ടി നമുക്ക് വരുന്നത്. അപ്പൊ അതും തന്നെ മോശക്കാരൊന്നുമല്ല. ഞാൻ അധികം ഭഗവതി, ഞാൻ പറഞ്ഞു ഭഗവതി നമ്മുടെ സമ്പ്രദായങ്ങളിലൊക്കെ കുലദൈവമാണ് കാളി. കുലദൈവത്തിന് ഞാൻ കൊടുക്കേണ്ട പൂജയാണ് ഫസ്റ്റ് പറഞ്ഞത്. അതിൽ ഗുരുതിയുണ്ട്. ആ ഗുരുതിക്ക് നിങ്ങൾ വിധി അനുസരിച്ചിട്ട് അപ്പൊ ചോദിക്കാൻ ഒരു കുമ്പളങ്ങിയൊക്കെ മുറിച്ചാൽ പോരെ, ഗുരുതി കലക്കി ഒഴിച്ചാൽ അതല്ലേ ഉത്തമ രീതി, അല്ലെങ്കിൽ അത് അശുദ്ധി ആവില്ല ചോദിച്ചാൽ അവിടെയാണ് അശുദ്ധി. എന്താണ് അശുദ്ധി? എന്താ അശുദ്ധി? എന്താ അശുദ്ധി? അയ്യോ, അശുദ്ധിയാണ് അശുദ്ധി അല്ലേ? പെണ്ണുങ്ങൾക്കൊക്കെ അശുദ്ധി ഉണ്ട് അവിടെ ഉണ്ടോ? ആരെങ്കിലും അശുദ്ധി ഉണ്ട് എന്നുള്ള കൈയുള്ള ഒരു പെണ്ണുങ്ങൾ കൈ കിട്ടും. എനിക്ക് അശുദ്ധി, എനിക്ക് എന്റെ ജന്മത്തിൽ അശുദ്ധി എന്നുള്ള സംഭവം കൈ കിട്ടും. ഒക്കെ അടിയാ കിട്ടും. അശുദ്ധി ഇല്ല. വൃത്തിയും വൃത്തിഹീനതയും മനസ്സിലായില്ലേ? പല്ല് രാവിലെ നീച്ച് പല്ലിയേക്കാണ്ട് രാത്രി എന്തെങ്കിലും തിന്നാണ് കിടന്ന് പല്ലിയേക്കാണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടാണ് തുറന്നു കഴിഞ്ഞാൽ അശുദ്ധി കൊണ്ടാണോ? പല്ലിയേക്കാണ്ട് ചെങ്ങായി നാറിയിട്ടാണെന്ന് പറയില്ലേ? കുളിക്കാണ്ട് നടക്കാണല്ലോ. ചിലപ്പോൾ കുളിച്ചില്ലെങ്കിൽ ചിലവർക്ക് വലിയ പ്രശ്നം ഉണ്ടല്ലോ. ചില ആൾക്കാരെ വേണ്ടി ഒരു നേരം കുളിച്ചില്ലെങ്കിൽ പ്രശ്നം ഇല്ലേ? അതുകൊണ്ട് അശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അകത്ത് സംഭവിക്കേണ്ട കാര്യം. ശുദ്ധി എന്ന കാര്യം അകത്ത് സംഭവിക്കേണ്ട. വൃത്തി എന്ന് പറഞ്ഞാലോ സാധാരണഗതിയിൽ പുറത്തുള്ള ബാഹ്യ വൃത്തികൾ ആന്തരിക ശുദ്ധിയെ ഉണ്ടാക്കും. അപ്പൊ ഇവിടെയാണ് ശുദ്ധി അശുദ്ധി എന്ന ചിന്ത നമുക്ക് ഉണ്ടാകുമ്പോൾ ഇന്ന സാധനങ്ങൾ ശുദ്ധവും ഇന്ന സാധനം അശുദ്ധ തോന്നും. നമ്മൾ എന്നും ചിലപ്പോൾ മീൻകറി കൂട്ടി ചോറുന്നവരായിരിക്കും. സത്യം പറഞ്ഞാൽ കുലിപ്പടിക്ക് പോകണമെങ്കിൽ മീൻകറി ഒന്നുമില്ലാണ്ട് പറ്റുണ്ടാവില്ല, ഇരിക്കും പറ്റില്ല കേട്ടോ. അപ്പൊ എന്താ വെച്ചാല് മീൻകറി നമ്മൾ കഴിക്കണം. അപ്പൊ എന്താ നമ്മൾ പറയാം, മീൻ കഴിച്ചു. അപ്പൊ അപ്പോഴാവും ചിലപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി നിങ്ങളെയൊക്കെ വിളിച്ചു പറയാം, അതെ നമുക്ക് കാവിലെ ഒരു വിളക്ക് വെക്കണ്ടേ എന്നാണ് പറഞ്ഞ സുബ്രഹ്മണ്യ അല്ലെങ്കിൽ സുബ്ര ഇന്ന് പറ്റടാ, ഞാൻ ഒന്ന് മീൻചാറ് കൂട്ടിക്കണം. കഴിച്ചില്ലായി, മീൻചാറ് കൂട്ടിയാൽ കഴിച്ചില്ലായി. സുബ്രൻ വെട്ടുന്ന ഒറ്റയ്ക്കൊക്കെ ചെയ്യും. ഈ മീൻചാറ കാരണം എന്താണ്? മീൻ കഴിച്ചത് കൊണ്ട് നിങ്ങൾ അശുദ്ധരാണെന്ന് കരുതുക. അപ്പൊ ആ മീൻ കഴിക്കാൻ പറ്റുമോ? അശുദ്ധമാണെങ്കിൽ കഴിക്കാൻ പറ്റുമോ? അശുദ്ധമല്ല. കാരണം എന്താ? ഭഗവാൻ എന്താ ഇങ്ങോട്ട് പറഞ്ഞത്? നിങ്ങളിത് ദൈവത്തിന് കൊടുത്തോളി, നിങ്ങൾ കഴിച്ചോളി. മുസ്ലിങ്ങളെ കണ്ടിട്ടില്ലേ? അവർ നമ്മളെ അർത്ഥത്തിൽ തിന്നും. അവരൊക്കെ തിന്നത് നോക്കണ്ട, നമ്മൾ കോമൺ ആയിട്ടുണ്ടാവണം. എന്താണ് അവർക്കൊരു നിയമവും വിശ്വാസം ഉണ്ട് അല്ലേ? അവർ എപ്പോഴെങ്കിലും ഇറച്ചി മീനും കഴിച്ചാൽ പള്ളിയിൽ പോയില്ല എന്ന് പറയും. അത് അപ്പൊ നമുക്ക് ഈ അശുദ്ധി ബോധം. എന്താണ് ശുദ്ധി എന്ന് ഞാൻ പറഞ്ഞത്. എന്താ ശുദ്ധി വെച്ചാൽ, ദത്താത്രേയ മഹർഷിയാണ് ഒരാളുണ്ട്. പരമശിവൻ, വിഷ്ണു, ബ്രഹ്മം, ഈ മൂന്ന് പേരുടെ ശക്തിയിൽ നിന്നുണ്ടായ ഒരു ദിവ്യ പുരുഷനായിട്ട് വൈദിക ബ്രാഹ്മണ്യം പറയുന്ന ഒരാളാണ് ഈ പറയുന്ന ഈ ദത്താത്രേയ മഹർഷി. ദത്താത്രേയൻ ഈ മൂന്നാളുടെയും സ്വഭാവം, മൂന്നാളുടെയും ഗുണം, മൂന്നാളുടെ ഭാവമൊക്കെയാണ് ഇയാൾക്കുള്ളത്. അപ്പൊ ഇയാളോട് ചോദിക്കുന്നുണ്ട് എന്താണ് ശുദ്ധി പുരാണങ്ങളിലെ. അപ്പൊ ഇയാൾ പറയുന്നത് എന്താ വെച്ചാല് അഹം ശുദ്ധ ഇത് ജ്ഞാനം. എന്നതിന്റെ അർത്ഥം മനസ്സിലായോ? ഞാൻ ശുദ്ധനാണ് എന്നുള്ളതാണ് അറിവ്. അപ്പൊ നിങ്ങൾ അശുദ്ധരാണോ ശുദ്ധരാണോ ആരാ പറയണ്ടേ? നിങ്ങളാ പറയണ്ടേ. അപ്പൊ ചില ദിവസങ്ങൾ മാസത്തൊക്കെ ചില പെണ്ണുങ്ങളൊക്കെ കാണാൻ പറ്റിയ നാട്ടിലുണ്ടായിരുന്നു. ഇങ്ങനെ ചൊറിയും കുത്തിപ്പിടിച്ചിരിക്കുന്നത്, ഇങ്ങനെ മൂടിക്കണ്ട് പൊട്ടം. മറ്റുള്ള അല്ല ഇതേ ഇന്നെന്താ എനിക്ക് കുറിയൊന്നും ഇല്ലാത്ത പറ്റില്ല. പിന്നെ രാവിലെ കാണാൻ കെട്ട് പായായിട്ട് ഇങ്ങനെ പോകുന്നു. മറ്റേ മിഥുന സിനിമയിലെ ഉർവശീനുണ്ട്, ശ്രീനിവാസൻ അല്ലേ, മോഹൻലാലും കൊണ്ടുപോകും. ഇതുപോലെ ഇങ്ങനെ പോകും. അപ്പൊ അതൊക്കെ കൈക്കുളിക്കൊക്കെ വേണ്ട, അതൊക്കെ കൈക്കുളി പോലും എനിക്ക് പറ്റില്ലടി എന്നൊക്കെ പണ്ടി പൊട്ടും കുരിയൊക്കെ ഇല്ലാതിരിക്കും. നിങ്ങൾക്ക് വേദന ഉണ്ടായിരിക്കും, മറ്റുള്ളതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ അശുദ്ധരാണെന്ന് നിങ്ങൾ കരുതരുത്. അശുദ്ധർ നിങ്ങൾ കരുതിയാൽ മറ്റുള്ളവരും കരുതും. ഈ പുല നമ്മൾ മരിച്ചാൽ നമുക്ക് പുലയില്ലേ, നമ്മളെന്താ കരുതുക? അശുദ്ധിയായിട്ടാണ് കരുതുക അല്ലേ? നിങ്ങൾ കൊറോണ ഉണ്ടായ സമയത്ത് വരയിൽ ഒതുങ്ങിയിരുന്നില്ലേ? നിങ്ങളെ വരെയുള്ളവർ മറ്റോടത്തേക്ക് പോയില്ല. നിങ്ങൾക്ക് അശുദ്ധിയായിരുന്നു. സർക്കാർ എന്താ നിങ്ങളോട് പറഞ്ഞത്? പേരിൽ അടച്ചുകൂട്ടിയിരിക്കണം. എന്താ കാര്യം? നമുക്ക് പകരാതിരിക്കാൻ.
മരണം സംഭവിക്കണേ എങ്ങനെ? ബോഡി നല്ല എങ്ങനെ ഇരിക്കുമ്പോഴാണ് മരണം സംഭവിക്കാം. എത്ര ഞാൻ ചത്താലും സംഭവിക്കണം എത്ര വലിയ സാമ്യമായിട്ടും കാര്യമില്ല. എൻ്റെ ശരീരത്തിലെ പ്രവർത്തനം നിലച്ചതിലേക്ക് ബാക്ടീരിയോ വൈറസോ തേങ്ങയുടെ കൂടെ എന്തെങ്കിലും കയറി വന്നിട്ട് അത് പ്രശ്നമുണ്ടാക്കി പിന്നീട് ഇതിന്ന് പുറത്തേക്ക് വരുന്നതൊക്കെ ഈ രോഗാണുക്കളും പല കാര്യങ്ങളും പുറത്തേക്ക് വരും. അത് പുറത്തേക്ക് വരും. കാരണം നീ എന്തിനാ പഞ്ഞി വെക്കണേ? വീണ്ടും ശ്വാസം വലിച്ചിട്ട് എന്നോട് മക്കളാണെങ്കിൽ ചോദിക്കും എന്തിനാ കാല് കെട്ടണേ? അപ്പോൾ നീ എന്നെ നന്നായി കെട്ടിക്കോളൂ, ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നീച്ച് മണ്ണു. ഒരു ശ്വാസം മൂക്കൊന്ന് പഞ്ഞിട്ട് വരുന്നുണ്ട് പിന്നെ നീച്ച് മണ്ണു. അപ്പം അതുകൊണ്ടല്ല നമ്മൾ ഈ ദ്വാരങ്ങളൊക്കെ അടയ്ക്കും. എല്ലാ എന്താ വെച്ചാൽ ഇതിന്ന് പുറത്തേക്ക് ഒന്ന് കഫായിട്ടാണ് ആദ്യം പുറത്തേക്ക് വരും. മരണത്തിന്റെ ലക്ഷണം തന്നെ മലം അടുത്ത് വന്നു കഴിഞ്ഞാൽ മലത്തിന്റെ മണം വരാൻ തുടങ്ങും, കൂടെ കഫത്തിന്റെ മണം കൂടുന്നു. അപ്പോഴാണ് ഡോക്ടേഴ്സ് വളരെ മരിക്കാനായി പൾസും നോക്കും, ഈ കഫത്തിന്റെ മണം അടിക്കും. അപ്പം മരിക്കാനായി എന്നൊരു ധാരണ വരും. കഫക്കെട്ടുള്ളവനെ പോയിട്ട് മരിക്കാനായി എന്ന് പറയുന്നിട്ടാ. ഞാൻ അങ്ങനെയുണ്ട് കഫക്കെട്ടുള്ള അങ്ങനെയല്ല. അപ്പോൾ എന്താ വെച്ചാൽ എന്താ ഞാൻ പറഞ്ഞേ വിട്ടുപോയി. അശുദ്ധി തന്നെ. മരിച്ച പുല. അപ്പൊ എന്താ വെച്ചാൽ പുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച വീട്ടിൽ ആ മരിച്ച അന്തരീക്ഷത്തിന്റെ ഭാഗമായിട്ട് അവിടെ ആ രോഗാണുക്കളുടെയൊക്കെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കത് വരാതിരിക്കാൻ നമ്മൾ ശാരീരികമായി നീറ്റ്നെസ് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുളി ഒരു ഇമ്പോർട്ടൻ്റ് ഘടകം. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ശേഷം കാരണം നന്നായി കുളിക്കും. ഈ കുളി ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ പാകം ചെയ്യില്ല സാധാരണഗതിയിൽ. ഇപ്പൊ ഒന്നും അങ്ങനെയല്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഇണങ്ങൻ സമ്പ്രദായമൊക്കെ ഉണ്ടാ. ഇണങ്ങനെ വെക്കും. എന്താ ഇണങ്ങൻ? മറ്റേ ദിലീപ് വയ്ക്കില്ലേ, ഈ അടിഞ്ഞ സ്ഥാനത്താണ് അടിയാന്ന് വിളിക്കാൻ, അതുപോലെയാണ് ഈ ഇണങ്ങനല്ല. നമ്മളുടെ വീട്ടിലൊരാളും മരിച്ചാൽ ഈ പുലയാചരണത്തിൽ പങ്കെടുക്കേണ്ടാത്ത, നമ്മളോട് എന്താ പറയാ നിസ്വാർത്ഥമായി എനിക്ക് ദക്ഷിണയും പൈസ ഒന്നും വേണ്ട എന്ന ചിന്തയിൽ സഹകരിക്കുന്ന ഒരു സുഹൃത്താണ് നമ്മുടെ തന്നെ കുലാചാരം അറിയുന്ന ഒരു വ്യക്തിയാണ് ഇണങ്ങൻ. നമ്മുടെ ഇണങ്ങൻ ആരാ? ഇണങ്ങൻ നമ്മളാണ് ഇണങ്ങൻ. ഇതൊരു അഡ്ജസ്റ്റ്മെന്റാ. അപ്പൊ എന്തായി? ഇമ്മടെ വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ചെങ്ങായി വന്നിട്ട് കഞ്ഞിയും ചോറൊക്കെ വെച്ച് ഓൻ്റെ പെണ്ണുങ്ങളും അങ്ങനെ വരിക. ഒരാളാണായിട്ടൊന്നും വരില്ല, ആണും പെണ്ണും ഇവര് ഇങ്ങനെ വന്നിട്ട് അത് മക്കളൊക്കെ വരെ കണക്കിന് എന്നാലും ഇവര് വന്നിട്ട് വെച്ച് വളർന്നൊക്കെ നമ്മളെല്ലാം കഴിഞ്ഞ് വന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഈ ക്വാറന്റൈൻ സിസ്റ്റമാണ് പുല. വിശ്വാസപരമായിട്ട് പ്രേതങ്ങൾ നമുക്ക് നമ്മളെ മരിച്ചു പോയി നമ്മളെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടാവും എന്നുള്ള വിശ്വാസം. പക്ഷെ അത് കരുതിയിട്ട് അത് അശുദ്ധിയല്ല, അത് വൃത്തിയായിരിക്കേണ്ട സമയമാണ്. ഈ അശുദ്ധി എന്ന വാക്ക് എങ്ങനെ ഉണ്ടാവും അറിയോ? നമ്മൾ അശുദ്ധരാണെന്ന് തോന്നുമ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു പതിങ്ങലുണ്ടാവും ഇല്ലേ? ഇത് ഉണ്ടാകണം എന്നുള്ളത് നമ്മളെക്കാൾ ഉയർന്നതാണ് ധരിക്കുന്നവരുടെ ആവശ്യം. നമ്മളെക്കാൾ ഉയർന്ന ഇപ്പൊ കേരള ഹൈക്കോടതിയിൽ ഞാൻ പറഞ്ഞ മുൻപ് പോയിക്കൊണ്ട് കേരള ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നത് നമ്പൂതിരിമാരാണ് കൊടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞാൽ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ മറ്റുള്ളൊരു പൂജയ്ക്ക് അവർക്കൊന്നും വരാൻ പാടില്ല, അത് അശുദ്ധപ്പെടുത്തും. കാരണം ഞങ്ങൾ ശുദ്ധരും മറ്റുള്ളവർ അശുദ്ധരുമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരതിന് ഒരുപാട് ഞാനതിനെ കേസിനെതിരെയൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേസ് 18-ാം തീയതി വിധി വരികയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവർ പണ്ടേക്ക് ഇതാണ് അവിടെ അശുദ്ധി എன்ற സാധനമില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ വെക്കുന്ന ദ്രവ്യങ്ങൾ ഇപ്പൊ മദ്യവും മത്സ്യവും മാംസം വെക്കേണ്ടടുത്ത് വെച്ചില്ലെങ്കിൽ അവിടെ ദേവതാ ശാപം ഉണ്ടാകണം. കാളിയുടെ ഒരു സ്വരൂപം ചിത്രമൊക്കെ കാണാൻ പറ്റും. ദാരികന്റെ ശിരസ് ഇല്ലേ, കയ്യിൽ രക്തം, വസ്ത്രം ഈ കൈ കൊണ്ടുള്ള മാല അല്ലേ, തല കൊട്ടിമാല, ഇതൊക്കെയാണ് ദേവിയുടെ ഒരു സ്വരൂപം. അവിടെ നിങ്ങൾ പോയിട്ടാണെങ്കിൽ അതുപോലെ തന്നെ ദേവിക്ക് സഹസ്രമുണ്ട്, കാളികാസ്ത്രം. അവിടെ എന്താണ് രുതിരപ്രിയായി എന്നൊക്കെ പറയുന്നത്. രുതിരം എന്ന് പറഞ്ഞാൽ രക്തമാണ്, രക്തപ്രിയ. അപ്പൊ അവിടെ എന്താ വെച്ചാൽ അത്തരം കാര്യങ്ങളുണ്ട്. ഗുരുതി 64 കളത്തിലാണ് ഗുരുതി കളിക്കുക. അതിന് വെച്ചാൽ നമ്മളൊരു വടക്കൻ വാതിൽ കർമ്മം എന്നൊക്കെ പറയാറുണ്ട്, രണ്ടന്തറ എന്ന് പറയാറുണ്ട്. അവിടെ ദേവിയുടെ എന്തിനാ ആർക്കാ കോഴി വെട്ടി കൊടുക്കണമെന്ന് അറിയോ? അങ്ങനെ നോക്കുമ്പോൾ കോഴി വെട്ടുന്നത് നടയിലാണ് കോഴി വെട്ടുന്നതെങ്കിൽ ഭഗവതിക്കും, വടക്ക് ഭാഗത്ത് വെട്ടുകയാണ് ഗുരുതി വടക്ക് ഭാഗത്താണ് നടത്തുന്നതെങ്കിൽ അത് പരിവാരങ്ങൾക്കും. അപ്പൊ എന്താ ചെയ്യാ? സാധാരണ ഗുരുതി നടക്കുന്ന അമ്പലം ബോറടിക്കുന്നവരെ ഒന്നും ഇടയ്ക്കൊന്ന് നീച്ചിരിക്കണേ ഇത് വഴിക്കുക എന്താ വെച്ചാൽ അതൊക്കെ മനസ്സിലാക്കണം. നിങ്ങളൊക്കെ ഞാൻ കാണുന്ന തല അരച്ചവരാ. ഇനി പുറത്തൊരാളെടുത്ത് പോയിട്ട് ഇതിങ്ങനെ പറയുമ്പോൾ ഒരു കണക്കൻ എണീറ്റുന്നത് പറയേണ്ടത് എന്താ വെച്ചാൽ എടാ മണ്ടത്തരം നമ്മളെ കണക്കന്മാരെ കാര്യം പറയുന്നത് പറയണം. കാരണം ഇനി നമ്മളുടെ ആളുകളുടെ പണം 1 രൂപ അനാവശ്യമായി ഈശ്വര വിശ്വാസത്തിന്റെ പേര് ചെലവാക്കാൻ പറ്റില്ല. അത് ചെലവാക്കുന്നു എങ്കിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിരിക്കണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. എൻ്റെ ശബ്ദം വളരെ തീക്ഷ്ണമാണ്. എന്താണ് അത്ര വലുതാണ്? നമ്മുടെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതി വളരെ ചോടയാണ്. നമ്മളെല്ലാ സ്ഥലത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയുന്നില്ല, നിങ്ങൾക്കൊന്നും അറിയുന്നില്ല. കാരണം നിങ്ങൾ നിത്യം നിങ്ങളുടെ പ്രശ്നങ്ങളാണ്. ഞാനൊന്നും അങ്ങനെയല്ല. എൻ്റെ പ്രശ്നങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് നിരന്തരം ഈശ്വരനോടും പുറത്തുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരോട് പറയാൻ നമ്മുടെ ആളുകൾ ചിന്തിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അതുണ്ടാവരുത്. എല്ലാവരും സശ്രദ്ധം കേൾക്കണം. നമുക്ക് എവിടെയാ പിഴച്ചേ എന്നുള്ളത്. പ്രശ്നം വെച്ചിട്ട് കഥ പറയുകയല്ല. അതിന് ഞാനത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വേണമെങ്കിൽ പറയാൻ വേണ്ട, അതല്ല. അതുകൊണ്ട് ആദ്യം നമുക്ക് ബേസാണ് അറിയേണ്ടത്. അപ്പൊ അവിടെയാണ് എന്താണ് നമ്മൾ ഇതിന്റെ പേരിൽ ഒരു പൈസ അനാവശ്യമായി കളയരുത്. അതുകൊണ്ട് അശുദ്ധി എന്ന ചിന്തയല്ല, നമ്മൾ എന്ത് കൊടുക്കണോ അത് എവിടെ കൊടുക്കണം എന്നാണ്. അപ്പൊ അവിടെ ഗുരുതി വടക്കം വാദിക്കലാവുമ്പോൾ നമ്മൾ സാധാരണ കാളീക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ ഗുരുതി ഒക്കെ അടക്കം പോയി കാണാൻ പറ്റും. ഗുരുതി അടക്കുമ്പോൾ കാണാൻ നട അടയ്ക്കും. കണ്ടിട്ടുണ്ടാ? നട അടച്ചില്ലെങ്കിൽ ചില നാട്ടിൽ കച്ചവടം ഉണ്ടാക്കും.
നടടക്കണ, ഭഗവതിക്ക് കാണാൻ പറ്റില്ല, ഭഗവതിക്ക് കാണാൻ പറ്റില്ല അറിയാം. ഒരു നിർബന്ധിച്ച് നടടക്കില്ല. ഭഗവതിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഭഗവതിനെ നടടക്കണമെന്ന് എല്ലാവരും വിചാരം. അതുകൊണ്ട് അവിടുത്തെ പൂജയ്ക്കാണ് കഴിഞ്ഞാൽ പുറത്തെ പൂജയ്ക്ക് ഇറങ്ങുക. ഇനി അകത്താ പൂജച്ചാല്, എന്നിട്ട് പിന്നെ ആരും അങ്ങോട്ട് കയറില്ല. കോഴി വെട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കയറില്ല. നമ്മളെ വിചാരം എന്താ വെച്ചാൽ ഈ പുറത്തേക്ക് ഇറങ്ങുന്നത് അവർക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെയല്ല. അകത്തൊരു ടി വി ഉണ്ട് തരിക അല്ലേ, ടി വി കാണാൻ. അതിപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത് പുറത്താണ് വെച്ചു, പുറത്ത് വെച്ചു. അപ്പം നിങ്ങൾ അകത്തിരിക്കോ പുറത്തിരിക്കോ ടി വി ആണ്. ആ സിനിമ കഴിഞ്ഞപ്പോൾ പണ്ടുള്ളവർക്ക് ചോദിച്ചറിയാം, പല വീട്ടുകളിലും ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ സിനിമയൊക്കെ കാണാൻ പോയിരുന്നത്. അപ്പോൾ പിന്നെ ഈ സിനിമ കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമി നേരെ കൊണ്ടിട്ട് അത് അകത്ത് വെച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ ഗുരുതി നടക്കുമ്പോൾ എന്താ സംഭവം എന്നറിയോ? ഗുരുതി നടക്കുമ്പോൾ നമ്മുടെ പരിവാരങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണിയാലൊടുങ്ങാത്ത പരിവാരങ്ങളാണ്. ഇവർ പുറത്താ 64 കളം വെട്ടുമ്പോൾ പഴമ്പോഴുണ്ടോ കളം കൊണ്ടൊക്കെ വെട്ടും. അല്ലെങ്കിൽ 16 എങ്ങനെ വെച്ചാൽ ഈ കളം വെട്ടിക്കഴിഞ്ഞാൽ പരിവാരങ്ങൾ കളത്തേക്ക് വരണമെങ്കിൽ ആദ്യം അമ്മ വന്നിരിക്കണം. അപ്പൊ അകത്തുനിന്നൊരു വിളക്ക് കത്തിച്ചിട്ടോ ഇതൊന്നും ചെയ്യില്ലെങ്കിൽ അവൾ പ്രാർത്ഥിക്കും. അപ്പൊ അമ്മ അകത്തുനിന്ന് ഇറങ്ങി പുറത്തേക്ക് വരും. അമ്മ അകത്ത് നിന്ന കാഴ്ചക്ക് പീഠോ കല്ലോ വിഗ്രഹം ഉണ്ടാവും. ആളവിടെ ഉണ്ടാവും, ആള് പുറത്താ, രൂപ അവിടെ ഉള്ളൂ. അപ്പൊ ഈ മണ്ടന്മാര് പോയിട്ട് അവിടെ തൊഴണ്ടാച്ചിട്ട് എന്താക്കി? കാരണം അവരൊന്ന് അടച്ചിട്ടു. മനസ്സിലായില്ലേ? അടച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടെ പിന്നെ അവിടെ ദൈവം ഇല്ലാന്നൊരു തോന്നലല്ലേ അങ്ങനെ. അപ്പൊ ഇവിടെ വന്ന ആളിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ഈ പരിവാരങ്ങളൊപ്പം ഈ കോഴിവെട്ടും കുരുതിയും കഴിയുമ്പോൾ അമ്മ ഇതിനൊരു സന്തോഷം. എൻ്റെ കുട്ടികൾക്ക് മകൾക്ക് തിന്നാൻ. ഇപ്പം ഇവിടെ മുത്തശ്ശിമാരും പ്രായമുള്ളവരൊക്കെ പേരക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടികളൊക്കെ തിന്നില്ല. ഒരു കോഴി ബിരിയാണി കൊടുത്താൽ അത് കാണുമ്പോൾ തന്നെ തിന്നുമ്പോൾ കുട്ടികൾ കോഴി ബിരിയാണി അല്ലേ? ഇത് പറഞ്ഞ പോലെ സന്തോഷമാകുമ്പോൾ എന്ത് ചെയ്യും? ഇത് കഴിഞ്ഞ അമ്മ പരിവാരം കൂടെ എന്നാൽ ശരി നിങ്ങളെ ഭാഗത്തൊക്കെ പോയിരുന്നോളി. ഇപ്പം ഈ പുറത്തുള്ള കരിക്കുട്ടിക്കും മറുപടിയോ കൊടുക്കൊക്കെ അങ്ങനെ തന്നെ നിങ്ങളൊക്കെ സുഖമായിട്ട് പോയിരുന്നോളി എന്ന് പറയും. എന്നിട്ട് അമ്മ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? വലിയ അമ്പലമൊക്കെ ആണെങ്കിൽ ആറാട്ടിന് കൊണ്ടുപോകും അമ്മേനെ. എന്നിട്ട് അത് ആറാട്ടുകാരൻ എന്താ അറിയോ? കേട്ടില്ലേ? നിങ്ങൾ ആറാട്ട് നടത്താറുണ്ടോ? ഇവിടെ പുഴ ഉണ്ടോ? കുളം ഉണ്ടോ? കുളത്തിൽ കുളിക്കാൻ പോണാരാ? ആരും ഇല്ലേ? കുളത്തിൽ കുളിച്ചവരാരെല്ലാം ഉണ്ടോ? ആരെങ്കിലും ഒരാൾ കൈ വയ്ക്കും. കുളത്തിൽ കുളിച്ചോളൂ. ഇത് കൈ വെക്കിങ്ങളേ, ഇത് മനുഷ്യന്മാരെ കയ്യ നാട്ടെ. അതാ മുങ്ങി കുളിക്കല്ലേ? അതാണ് ആറാട്ട്. ആറാട്ട് വെക്കുമ്പോ എന്തോ കരുതണ്ട. മുങ്ങി കുളിക്കുന്നതിന് പറയുന്ന പേരാണ് ആറാട്ട്. ബാത്റൂമിൽ കുളിക്കണമില്ലേ? ഷവർ തുറന്ന് കുളിക്കാനോ കപ്പോണ്ട് വെള്ളം കോരി കുളിക്കണോ എന്താ പറയാ അറിയോ? അഭിഷേകം. നമ്മൾ കുളിക്കാൻ മടിയാണെങ്കിൽ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ആക്കൂലേ, കളിക്കൂലേ? അതിനെന്താ പറയാ അറിയോ? പ്രോക്ഷണം. ഇതൊക്കെയാണ് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വലിയ സംഭവം അല്ലേ? ആറാട്ടൊക്കെ പറഞ്ഞാൽ മഞ്ഞളൊക്കെ തേപ്പിച്ചിട്ടേ ഭഗവതിനും ഭഗവാനും കൊണ്ട് ഈ ചെങ്ങൈ വെള്ളത്തിനൊക്കെ കുഞ്ഞു കണ്ടിട്ടില്ലേ? അത് ഇത്രയേ ഉള്ളൂ. ആറാട്ടുകാരുടെ സംഭവമായിട്ട് കാര്യമാണ്. കാരണം നമ്പൂരക്കന്മാരല്ലേ, ഒന്നുമില്ല. മുങ്ങിക്കുളിയാ. മുങ്ങിക്കുളി എന്ന് പറഞ്ഞാൽ നമുക്ക് വില ഉണ്ടോ? ഇല്ല. ഇത്ര തന്നെയാണ്. ബർമൂടിയും കളസത്തിൻ്റെയും കാര്യം. അപ്പൊ എന്താ വെച്ചാല് ഈ ആറാട്ട് കഴിഞ്ഞോട്ട് നമ്മളാവുമ്പോൾ എന്ത് ചെയ്യും? നേരെ അകത്ത് കൊണ്ടുപോയി വെക്കും. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ ചെയ്യാ? അശുദ്ധി എഴുതിയിട്ട് പിന്നെ ഇത് കഴിഞ്ഞ കയ്യും കാലമൊക്കെ കഴുകും ഇല്ലേ? എന്തിനാന്നറിയോ? മേത്തൊക്കെ ചോരയും ഗുരുതിയൊക്കെ തിരിച്ചുണ്ടാവും. ഇതൊന്ന് കഴുകുക എന്നുള്ളത് നമ്മളെ വീട്ടിൽ കയറുമ്പോൾ നമ്മൾ തുടക്കൂല ചളിയൊക്കെ, അത് കഴുകി കളഞ്ഞ് അകത്ത് കയറുക എന്നുള്ളത്. കാരണം അവിടെ അശുദ്ധി, ഭഗവതി സാന്നിധ്യത്തിൽ അശുദ്ധി ഇല്ല. അമ്മയ്ക്ക് അശുദ്ധി ഇല്ല. ഒരു പെണ്ണ് മെൻസസ് ആയിരിക്കുമ്പോൾ മറ്റേ പെണ്ണിനോട് അശുദ്ധി തോന്നേണ്ട ആവശ്യമുണ്ടാ? അല്ലെങ്കിൽ തോന്നേണ്ട ആവശ്യമില്ല. തോന്നേണ്ട ആവശ്യമുണ്ടാ? ഇല്ല. അല്ലെങ്കിൽ അശുദ്ധി അല്ല കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ ഇത് പറഞ്ഞ പോലെ അമ്മയ്ക്ക് ഇതൊന്നും അശുദ്ധി അല്ല. പക്ഷെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന അശുദ്ധി നമ്മളെ സമ്പ്രദായത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ കയറില്ല. ഈ ചിന്ത തന്നെ, നിങ്ങൾ ഈ അശുദ്ധി അവിടെ കാണുന്നത് തന്നെ നിങ്ങളെ വളർച്ചയെ തടയും. അപ്പൊ അവിടെ ഭഗവതിക്ക് യഥാശക്തി കണക്കൻ കളം വെട്ടിയിട്ടോ വരച്ചിട്ടോ ഗുരുതി കൊടുക്കേണ്ടത്. പിന്നെയാണ് അവിടെ മനവാരത്തെ അമ്മയുണ്ട്. വെച്ചാൽ കരിനീലി തന്നെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? കരിനീലിയുണ്ട്, മുത്തനുമുത്തിയുണ്ട്, കരിനീലിയുണ്ട്. കരിനീലി ഇപ്പം ഞാൻ അവിടെ മാറ്റി വെക്കാൻ പറഞ്ഞു. അത് ഓർത്ത് വെച്ചോട്ടോ. ഞാൻ അവിടെ എന്തെങ്കിലും അറിയാൻ വെക്കണമെങ്കിൽ ഓർത്ത് വെക്കണമെങ്കിൽ ഞാൻ എനിക്കിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാലേ പൊതുവെ സംസാരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത്. എനിക്ക് കള്ളു കുടിക്കൊന്നും വേണ്ട. ഓളം വെട്ടാൻ കള്ളു കുടിക്കൂല. എൻ്റെ ഓളം എന്ന് പറഞ്ഞാൽ ഈ വിഷയമാണ് എൻ്റെ ഓളം. ഓളല്ല ഓളം. അപ്പോൾ എന്താ പറയുക, കരിനീലി അമ്മ ഏത് സ്ഥാനത്തിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നേരത്തെ പ്രാർത്ഥിച്ച സമയത്ത് അത് പറഞ്ഞു. ജ്യോത്സ്യന്മാരുടെ പുസ്തകത്തിലോ വേദഗ്രന്ഥത്തിലൊന്നും ഇല്ല. അവിടെയാണ് ഈശ്വര ഉദിച്ചു വരുന്ന ഈശ്വര 12,000 പടക്കുതിരി 600 അയ്യപ്പന്മാരെ 100 600 അങ്ങനെ പറഞ്ഞിട്ട് ഉദിപ്പനത്തെ ഉദിഭഗവാന്റെ 3 മാസം കളഞ്ഞമാൻ പൊട്ടിപ്പൊള ചെയ്യപ്പെട്ട 2 ദേവർ പെങ്ങളെ ഉദിപ്പനത്തിനു തിരുവരം വാങ്ങിച്ച് ഭൂമി ലോകത്ത് വന്നേ. ഇപ്പൊ ഈ ഉദിപ്പന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തോറ്റ ചെല്ലുമ്പോ എന്താണ് ഈ പറഞ്ഞ ഉറവുണ്ടമ്പൊലിയേ, ഉദിമാനമ്പൊലിയേ, അത്തമനമ്പൊലിയേ ഇങ്ങനെ പറയും. അല്ലെങ്കിൽ ഉദിവാരം പൊലിച്ചു ഞാനേ. അപ്പൊ ഉദിവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദിപ്പന ഭഗവാൻ ഇരിക്കുന്ന കതിരോൻ ഇരിക്കുന്ന കിഴക്ക് ഭാഗമാണ്.
അവിടെയാണെന്നാണ് കരിനീലിയമ്മ വരുന്നത്. പിന്നെ കൂടാതെ തന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ പടിഞ്ഞാട്ട് കാലിൽ നീട്ടിയിരിക്കുന്ന പൊന്നു മലവാരത്തമ്മ എന്ന് പറയും. പടിഞ്ഞാട്ട് കാല് കിട്ടണമെങ്കിൽ ഇക്ക് പറ്റുമോ പടിഞ്ഞാട്ട് കാല് കിട്ടാൻ? ഇപ്പൊ ഇവിടെ ഇടിക്ക് പടിഞ്ഞാട്ട് ഇങ്ങനെ പടിഞ്ഞാട്ട് കാല് കിട്ടാൻ പറ്റുമോ? എന്താ കാര്യം? പക്ഷെ ആർക്ക് പറ്റും പടിഞ്ഞാട്ട് കാല് കിട്ടാൻ? നിങ്ങൾക്ക് പറ്റും ഇല്ലേ? തിരികരുത് കേട്ടോ, ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ പറയുന്നത്. നിങ്ങൾക്ക് പറ്റും. എന്താ? നിങ്ങൾ കിഴക്കായിരിക്കുന്നു, കിഴക്കോട്ടിരുന്നാലേ പടിഞ്ഞാട്ട് കാലിട്ടോ. ഇപ്പൊ കരിനീലി അമ്മയുടെ സ്ഥാനം കിഴക്ക് ഭാഗത്താണ്. ബ്രാഹ്മണർക്ക് കരിനീലിയല്ല, ഗായത്രിയാണ്. നിങ്ങൾ ഗായത്രി ഒക്കെ കേട്ടിട്ടുണ്ടോ? സവിതൂർ വരേണി എന്നൊക്കെ സിനിമയിൽ കേൾക്കാം. ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കാണിക്കാൻ കണ്ടിട്ടില്ലേ? ഓർക്ക് ഗായത്രിയാണ്, ഉമ്മക്ക് കരിനീലിയാണ്. മനസ്സിലായില്ലേ? ഗായത്രി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഉണ്ടാവുന്ന, അറിവുണ്ടാവുന്ന പറയാം. നമ്മൾ മെനക്കെട്ട് ഗായത്രി വെക്കാൻ പോകും. നമ്മളെൻ്റെ കരിനീലി അമ്മയെന്ന് വിളിച്ചാൽ തന്നെ അറിവുണ്ടാവും. അമ്മ അറിവിൻ്റെ ദേവതയാണ്. ശുദ്ധമായ അറിവാണ് അമ്മ എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ നിറം എന്താണെന്നറിയോ? കരിനീലി അമ്മയുടെ നമ്മുടെ നിറം കറുത്തൊരു പെണ്ണ് വെക്കണു. അതിന്റെ നിറം എന്താ വെച്ചാൽ എന്താ പറയാ? കരിനീലി അമ്മ എന്ന് പറഞ്ഞാലോ കരിനീല അല്ലേ? അല്ല കറുപ്പല്ല, കരിനീല. അഗ്നി തീയിന്റെ നിറം എന്താ? തീയിന്റെ നിറം ആയിക്കോട്ടെ, ഓറഞ്ച് ആയിക്കോട്ടെ, അങ്ങനെ കാണാൻ പറ്റും. ശുദ്ധമായ അഗ്നിയുടെ തീയിന്റെ നിറം എന്താ? അവിടെ ശുദ്ധം എന്ന് പറഞ്ഞത് നല്ല പ്യൂർ ആയിട്ടുള്ള തീയിന്റെ നിറം എന്താ? അടുപ്പില് പണിയെടുക്കുന്ന ഗ്യാസിൽ ഓണാക്കുന്ന പെണ്ണുങ്ങൾ പറയാണ് ചുവപ്പ്, പച്ച, മഞ്ഞ, നീല നിറമാണ് നല്ല. എന്തുകൊണ്ടാ അറിയോ? ഇപ്പൊ ഞങ്ങളൊക്കെ നീലാറം പട്ടികജാതിക്കാര സായിമാരാകൊണ്ടല്ല. മറ്റേ സായിമാരൊക്കെ എന്ത് നിറം എടുക്കുക? ഇന്നെ നോക്കണ്ട, കാവിയാണ് എടുക്കുക. ഇത് നീലാക്കി എന്താ അറിയോ? നീലവർണം ശുദ്ധജ്ഞാനത്തിന്റെ. അപ്പൊ ഞങ്ങൾ അവരോട് പറയാണ്, ഈ ഇന്ത്യയില് നിങ്ങളെ കാവിയല്ല, നീലയാണ് ശുദ്ധവർണം. ഈ നീല ഞങ്ങളുടെ, ഞാൻ വെളുത്തിട്ടായി നോക്കണ്ട, രണ്ടാഹരിക്കണില്ല, എന്നാൽ പോലും ഇതല്ല ഞങ്ങളുടെ കറുത്ത വർണ്ണം, പരിപൂർണതയുടെ പരിഭ്രമത്തിന്റെ നിറാണ്. ഞങ്ങളെ കറുപ്പിനെ നീലങ്ങൾ കുറച്ച് കണ്ട. അപ്പൊ നമ്മളുടെ ഈ കരിനീലി ശുദ്ധമായ അറിവ് നമുക്ക് നൽകും. അതിനെ കൊണ്ടിട്ട് തിരിച്ചു വെച്ച് കഴിഞ്ഞാലോ കഴിയണതൊക്കെ മണ്ടത്തരാവും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് അതിനെ ആ സ്ഥാനം. അപ്പൊ സ്ഥാനം കാണിക്കാൻ കാരണം ഇവിടെ മറ്റൊരു തരത്തിലും വേറെ സ്ഥാനമില്ല. അപ്പോഴാണ് വടക്ക് കിഴക്കേ മൂല ഈശാന ദേവതാഗേഹം ഈശാന കോണിലേക്ക് മാറ്റിയിട്ട് കുടിവെച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ. അപ്പോഴും കരിനീലി അമ്മയ്ക്ക് എന്താണ്? കരിനീലി അമ്മയ്ക്ക് കല്ല് വെച്ചാൽ, പക്ഷെ കരിനീലി അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ പണ്ട് പറയുകയെന്ന് വെച്ചാൽ രണ്ട് രീതിയിലാണ് പറയുക കരിനീലി അമ്മയ്ക്ക്. ഒന്ന് കക്കയിറച്ചി കരിനീലി അമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് പറയും, കക്കയിറച്ചി. അടുത്ത് കക്കയല്ല കാക്ക ഇറച്ചിയാണെന്നും പറയും. ഇന്നിപ്പോ നമ്മളാരും കാക്കയെ പിടിച്ച് തിന്നുന്നില്ല. പക്ഷെ എന്താ വെച്ചാൽ അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ എന്താവട്ടെ, മത്സ്യവും മാംസവും ഇഷ്ടപ്പെടുന്ന മൂർത്തിയാണ് കരിനീലി അമ്മ. കള്ളുമുട്ടി അമ്മ എന്ന് വെച്ചാൽ പകലമ്മ ഇത് ഉപയോഗിക്കില്ല. പകല് പൂജയ്ക്ക് കരിനീലി അമ്മയ്ക്ക് മദ്യവും മാംസവും ഒന്നും സ്വീകരിക്കില്ല അമ്മ. രാത്രി ആയാൽ സന്ധ്യ കഴിഞ്ഞാൽ കരിനീലി അമ്മ ഇത് ഉപയോഗിക്കുന്നു. മാത്രമല്ല അമ്മ ഇങ്ങനെ ഓളം വെട്ടി, അമ്മ ഓളം വിട്ടാണെങ്കിൽ കള്ളുടിയന്മാരെ പോലെ നേട്ടങ്ങൾക്ക് പറഞ്ഞാൽ വിശദീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കള്ളു കൂടിയോ കള്ളു കുടിച്ചോ ഓളം വിട്ടലൊന്നും നമ്മുടെ സമ്പ്രദായം ഒന്നല്ല കേട്ടോ. അത് സമ്പ്രദായമല്ല. കള്ളു കുടിച്ച് അതിലിപ്പോൾ ഇവിടെ തന്നെ പൂജ വെക്കുകയാണെങ്കിൽ കള്ളു കൊണ്ട് അഭിഷേകം നടക്കുകയാണെങ്കിൽ പെണ്ണുങ്ങളൊക്കെ സമരം ചെയ്യണം. പെണ്ണുങ്ങൾ തന്നെ കുടിക്കുകയാണെങ്കിൽ ആണുങ്ങൾ സമരം ചെയ്യണം. പക്ഷെ എന്താ വെച്ചാൽ കള്ളു കുടിക്കേണ്ട സ്ഥലമല്ല ആരാധന. പൂജയ്ക്ക് വെക്കുന്ന കാര്യം മാത്രമേ ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ആ ദ്രവ്യങ്ങൾ അമ്മയ്ക്ക് കൊടുക്കണം. മുത്തനും മുത്തിക്കും തന്നെ അതുപോലെ തന്നെയാണ് അവർക്കുള്ള ദ്രവ്യങ്ങൾ. എന്താ വെച്ചാൽ മുത്തൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുരുവാണ്. ഇപ്പൊ എന്റെ പേരിന്റെ ഒപ്പൊക്കെ രണ്ടാളെ മുത്തൻ എന്ന് പറഞ്ഞില്ല. അപ്പൊ എന്താ വെച്ചാൽ മുത്തൻ എന്ന് പറഞ്ഞാൽ ഗുരു സങ്കല്പമാണ്. മുത്തൻ എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ ഗുരുവിനെ കുറിച്ച് പറഞ്ഞ നേരത്തെ അതിനോട് തോറ്റുണ്ട്. സംസ്കൃതമൊന്നും ഇതിനുണ്ടാവില്ല. മുത്തൻ എന്താ കൊടുക്കേണ്ടത് ചോദിക്കുമ്പോൾ മുത്തന് കൊടുക്കേണ്ട കാര്യം പറഞ്ഞത് ഇങ്ങനെ ഓരോന്നുകൊണ്ട് എന്താ 7 കമ്പുള്ള പഞ്ചൂരിൽ കൊടുക്കാതിരിക്കുന്ന, ഇട്ടടക്കാൻ ചെരുപ്പ് കൊടുക്കാതിരിക്കും, മഞ്ഞടക്കാൻ തൊപ്പി കൊടുക്കാൻ. എന്നിട്ട് എന്റെ വീടിന് രക്തം തിളഞ്ഞില്ല, ആ കുത്തി തിളഞ്ഞില്ല, ആ കുത്തി ഞാൻ കുളഞ്ഞ് മൂളി കെട്ടിയില്ല, എന്റെ വീടിന് എന്തെല്ലാം കൊടുക്കാന്ന് പറഞ്ഞു ഒരു നേരത്തെ കരിമ്പെട്ടക്കോടെ ഇറച്ചി അങ്ങനെ കൊടുക്കും. ഇപ്പൊ പെട്ടക്കോടെ കാര്യമാണ്, പക്ഷെ എല്ലാവരും പെട്ടക്കോഴി കൊടുക്കില്ല. അപ്പൊ നമ്മൾ ഈ മാംസം കൊടുക്കാതിരിക്കണേ. എന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൊടുത്തോരു നേരത്തെ എന്റെ ഗുരുവിന്റെ രക്തം തെളിഞ്ഞു കുത്തി തെളിഞ്ഞു എന്നുണ്ട്. ചെത്തി തെളിഞ്ഞൊരു കർപ്പൂറാക്ക് കൊടുക്കാനിരിക്കണേ, ചെത്തി തെളിഞ്ഞൊരു കള്ള് കൊടുക്കാനിരിക്കണേ, കരിമ്പന കള്ള് കൊടുക്കാനിരിക്കണേ, കാച്ചി തെളിഞ്ഞൊരു കർപ്പൂറാക്ക് കൊടുക്കണേ. റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നില്ല മുതിർന്നവർ, വാറ്റുചാരത്തിലാണ് റാക്കുന്നത്. ഇതൊക്കെ കൊടുക്കണം എന്നാണ്. അപ്പൊ ഈ കള്ളും കോഴിയും കൊടുക്കുന്ന ദൈവങ്ങളെ അങ്ങനെ തന്നെ കൊണ്ടു നടക്കണമെന്ന് ചോദിച്ചാൽ ഈ സമ്പ്രദായം അങ്ങനെയാണ്. കുടിക്കാൻ ഞാൻ ഇപ്പോഴും കാര്യമാകാൻ പറഞ്ഞിട്ടില്ല, കുടിക്കാനെല്ലാം പറഞ്ഞു. ഈ സമ്പ്രദായങ്ങൾ അതേ മുത്തനും മുത്തിക്കും ഇത് കൊടുക്കണം. അപ്പം അത്തരം ദേവതകളുടെ ആചാരം നിശ്ചയിച്ച് ആ ഫേനൊന്നും ഇടായിരുന്നു. ഞാൻ കുറച്ച് വർത്തം വർക്കൗട്ട് വല്ലാണ്ട് കയറി ഒരാൾ ഓണാക്കിയാൽ മതി. നമുക്ക് ബാക്കിയുള്ളവരുടെയൊക്കെ ക്യാമറ അങ്ങനെ ചെയ്യട്ടെ.
അപ്പോൾ ആ വിധാനത്തിൽ യഥാവിധി ആരാധിക്കുകയും അതാത് സമയത്ത് അതൊക്കെ ചെയ്യുമ്പോൾ പ്രേതങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് പീഠമുണ്ടോ ഇരിപ്പിടുണ്ടോ സ്ഥാനം കൊടുത്തൊക്കെ അറിയില്ല, കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ആ സമയങ്ങളിലെല്ലാം മരിച്ചുപോയ പ്രേതങ്ങൾക്ക് വീത് കൊടുക്കണം. നിങ്ങൾ കർക്കിടക മാസത്തിലോ വാവിലോ പോയിട്ട് ബലി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പിണ്ടൊക്കെ വെക്കൂലേ, നിങ്ങളിപ്പോ പിണ്ടം വെക്കാൻ പോയി ഒരു സ്ഥലത്ത് പിണ്ടം വെക്കാൻ പോയി എന്ന് എഴുതിക്കോളും. ആളുകൾ കർമ്മയോളം കൂടി ചെയ്യിപ്പിക്കൂലേ, കർമ്മയോളം ചെയ്യിപ്പിക്കില്ലേ? എന്തൊക്കെ പറഞ്ഞാ ചെയ്തേ? എന്തൊക്കെ പറയല്ലോ, ഓരെന്തൊക്കെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. മനസ്സിൽ നിൽക്കൂല, മനസ്സിൽ നിക്കലൂടി. മനസ്സിലായോ? എന്താ പാണ് മനസ്സിലായോ? മനസ്സിലായി എന്താ പാണ് മനസ്സിലായോ? മാതൃവംശ ജാത പിതൃവംശ ജാത അസ്മിന്നു കുലേ, അല്ലെങ്കിൽ എന്താ ഇന്ന കുലഗോത്ര ഉൽപ്പന്ന എന്നൊക്കെ പറയും. ഇതൊക്കെ എന്താ സംഭവം എന്നറിയാം. സംസ്കൃതത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന രീതി ഉണ്ട് സാധാരണ. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ മനസ്സിലാവോ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ നമ്മളെ കാരണവന്മാർക്കോ മരിച്ചുപോയ ആൾക്കാർ ഓരിങ്ങനെ വന്ന് നിൽക്കേണ്ടിരുന്നു. എല്ലായിടത്തും എൻ്റെ സ്ഥിരം കാണുന്നവർക്ക് അറിയാം, എൻ്റെ സ്ഥിരം നമ്പറാണ്. നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കും നമ്മളെ കാരണവന്മാർ. നമ്മൾ ബിൽഡാകുമ്പോൾ ഇങ്ങനെ പറയും. അപ്പുറത്ത് മറ്റേ അവൻ്റെ കൂട്ടാൻ നിൽക്കണോ, അവിടുത്തെ കൂട്ടാൻ നിൽക്കണോ, അപ്പോൾ പറയും രാജേഷേ എന്ത് മാറിക്കുന്നേ, എൻ്റെ കുട്ടികൾക്ക് വീടിടാൻ വന്നിട്ടുണ്ട്. അപ്പോഴത്തെ മൂപ്പരെ വലിയ അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ ആ കല്യാണിയമ്മ കണ്ടിട്ട് കല്യാണിയമ്മ എങ്ങളുണ്ടോ, നിങ്ങൾ വേറെ കുട്ടികളാണ്, നിങ്ങൾ വാങ്ങിക്കൂടെ. അപ്പോൾ ഇങ്ങനെ ഇവർ രണ്ടാളും നിൽക്കണം. ഇനി അടുത്ത് എൻ്റെ കുട്ടികളാണ്. എന്നിട്ട് ഇങ്ങനെ നോക്കും ഇവരെന്തൊക്കെ ചെയ്യുക പറയും. എൻ്റെ കുട്ടികൾ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് പക്ഷെ എൻ്റെ പേരൊന്നും വിളിക്കണ കേൾക്കാറില്ലല്ലോ, എന്തൊക്കെ ചൊല്ലിപ്പൊറുക്കുന്നുണ്ടായിട്ട. രാത്രി ഇവർ നീച്ചോ. അപ്പോൾ ഈ കുരുപ്പോളെ ഞാനവിടെ ഉണ്ടാക്കി എനിക്ക് മനസ്സിലാവുന്നത് പടയ്ക്ക് തന്നില്ല അറിയാം. കാരണം പറഞ്ഞ നമുക്കറിയില്ല. ഇതിൻ്റെ അച്ഛന് ഞാൻ പിണ്ടം വെക്കുകയാണ്, അച്ഛൻ എടുത്തോളി അമ്മ അത് എടുത്തോളി എന്ന് പറഞ്ഞാൽ അമ്മക്ക് മനസ്സിലായില്ല. ഞാൻ മൂപ്പരിക്കാ സംസ്കൃതം അറിയാം. മൂപ്പരിങ്ങനെ ഹിന്ദി പോയിട്ടാണ് പോകും മൂപ്പര്. നമ്മൾ സത്യത്തിൽ എന്തേ വേണ്ടുള്ളൂ, ഈ ദിവസങ്ങളിലൊക്കെ വെച്ചു കൊടുക്കാന്ന്. ഒരു ചോറും കാര്യങ്ങൾ എന്താ ഇഷ്ടച്ചാൽ അതൊരു തെക്ക് ഭാഗത്തേക്ക് ഇലയിട്ട് വിളമ്പിയിട്ട് നിൻ്റെ അച്ഛ നിൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ കാരണവന്മാരെ എനിക്ക് അറിയണ പോലെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങളിത് സ്വീകരിച്ച് നിൻ്റെ കുട്ടികളെ അനുകരിച്ച് കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ കല്യാണിയമ്മേ നിങ്ങളെ കുട്ടികളെ നിങ്ങളെ വിളിക്കണം, അതൊക്കെ ഒക്കെ അറിയാടാ എന്ന് പറഞ്ഞിട്ട് അത് ഒന്ന് സ്വീകരിക്കും. അപ്പോൾ ബലി ഇടുന്നുണ്ടെങ്കിൽ പോലും ഇതും ചെയ്യണം. ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഞാനത് എല്ലാവരും ഉദാഹരണം പറയും. കാന്താര എന്നൊരു സിനിമ വന്നിരുന്നു, നിങ്ങൾ കണ്ടിരുന്നോന്ന് അറിയില്ല. കാന്താര എന്ന സിനിമ വന്ന സമയത്ത് രാജാവ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പായിട്ട്, ആ കല്ലെടുത്ത് പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം പിതൃക്കളുടെ തൃപ്തിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു ആ സിനിമയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അത് വോയിസ് ആണ്, കാണിക്കും ചെയ്യും. അപ്പോൾ അയാൾ കാണാൻ ഇല ഇട്ടിട്ട് അതിൽ ഇറച്ചി, പിതൃക്കൾക്ക് വേണ്ടി ഇറച്ചിയും ഒക്കെ വിളമ്പുന്നത് കാണാൻ പറ്റും. രാജാവ് ഇറച്ചിയും മറ്റുള്ളതാണ് കൊടുത്തത്. ഇപ്പം ബ്രാഹ്മണർക്കാണെങ്കിലും ബ്രാഹ്മണർക്ക് മനുസ്മൃതിയിൽ പിതൃപ്രീതിക്ക് പറഞ്ഞാൽ മാംസം കൊടുക്കണമെന്നാണ്. ദേവകാര്യത്തിനും പിതൃകാര്യങ്ങൾക്കും മാംസം വേണമെന്നാണ് ബ്രാഹ്മണർ. 1970 കാലഘട്ടം വരെ ബ്രാഹ്മണർ മാംസം കഴിച്ചിരുന്നു. നമ്പൂരാക്കന്മാരെ വെറുതെ പറയുമെന്നല്ല, എഴുതപ്പെട്ടതാണ്. ഒരു യാഗത്തിന് 12 ആടിനെ ബലി കൊടുക്കണമായിരിക്കും. മനസ്സിലായില്ലേ? അവരത് ചെയ്തിട്ടുണ്ട്. നിയമം വന്നപ്പോൾ അവർ നിർത്തലാക്കിയതാ. അത്രത്തിൽ നമ്മൾ നിയമം നടത്തിലാക്കേണ്ട ആവശ്യമില്ല. നിയമം കൊണ്ട് അച്ഛൻ വിളിക്കേണ്ട നമ്മൾ നിർത്തലാക്കുമോ? ഇല്ല. നിങ്ങൾ ചെയ്യേണ്ട ഇത് നിയമക്കേടില്ല കേട്ടോ, നിയമത്തിൽ തടസ്സമില്ല. നമുക്ക് അതിനൊക്കെ നിയമമുണ്ട്. നമ്മുടെ വിശ്വാസം നമുക്ക് പിൻപറ്റുള്ള നിയമം കൊണ്ടൊക്കെ ഉണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ദ്രവ്യങ്ങളെ കൊണ്ട് പൂജ ചെയ്യും. ഇതിനൊക്കെ ഇവിടെ ഭംഗം വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകാന്നിരുന്ന ഞാൻ അങ്ങോട്ട് സഹകരിക്കണോ? എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരു കാര്യം നടത്തുമ്പോൾ ഞാൻ നിങ്ങളോട് സഹകരിക്കേണ്ടി വരും. അപ്പൊ അത് മുടക്കാൻ എന്താ ചെയ്യാ? എനിക്ക് മുണ്ടാൻ വയ്ക്കൂലെന്ന് ഇരുത്താം. എനിക്ക് മുണ്ടാൻ വയ്യ, അനങ്ങൂല്ല. ഞാൻ ഇങ്ങനെ ഇരിക്കേ ചെയ്യുള്ളൂ. മറ്റേ ഫ്രണ്ട്സ് സിനിമയിൽ ലാസ്റ്റ് ജയറാമിരിക്കണ പോലെ അങ്ങനെ കിളി പോയി ഇരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആ വിധത്തിലൊക്കെ അല്ലേ നിങ്ങളെ ധരിപ്പിക്കും. എനിക്ക് ഇത് ഇഷ്ടമല്ല, ഇത് ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ രീതി. അതിന് പലതും കാണിക്കും. നമ്മൾ സാധാരണ പനിയോ ജലദോഷമോ ചെറിയ സാമ്പത്തിക ദോഷമോ നമ്മൾ ശ്രദ്ധിക്കില്ല. ജീവഹാനി വന്നാലോ മരണം വന്നാലോ. ഇന്നലെ ഞാൻ പോകുന്നത് നിലമ്പൂരുള്ള പണിയ ST വിഭാഗത്തിൽ ആദിവാസി സമൂഹത്തിൽ കുടുംബത്തില്ല 3 മരണമാണ് ഒരു വീട്ടിൽ അടുപ്പിച്ചൊരു മാസം. ആളുകൾ എന്താവും? ഒരാൾ ക്യാൻസർ ആയിട്ടാണ് മരിച്ചത്. അമ്മ, മകൻ തൂങ്ങി മരിക്കുക ചെയ്യും. എന്നാൽ ആ വീട്ടിൽ ഇപ്പോഴുള്ള ആളുടെ ഭാര്യ ഒരു കുഴപ്പമില്ല. മറ്റേ 2 നമുക്ക് അംഗീകരിക്കാം. എന്തോ വെച്ചാൽ ഈ കുലദേവതകളുടെ പൂജ അവർ ഇത്രയും കാലമായിട്ട് അങ്ങനെ പരിപാടി അമ്പലങ്ങളുടെ പരിപാടി ഇത് നടത്തിയ പോലെ സമ്പ്രദായം വിടാൻ പറ്റും. കുലദേവതാ ശാപം വന്നാൽ കുലമുടിയാ ചെയ്യാം. കുലമുടി
നമ്മളെ കുട്ടികൾ കള്ളു കുടിച്ച് തോന്നിസം കാട്ടി അടി ഉണ്ടാക്കി പുടി ഉണ്ടാക്കി അങ്ങനെ പോകും. ഒരു വ്യവസ്ഥ ഉണ്ടല്ലോ, പഠിക്കില്ല. കുടുംബത്തിൽ എന്നും വഴക്കായിരിക്കും. ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം വന്നു. ഐക്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഐക്യക്കേടുണ്ട്. ഇതിന് കാരണം കുജൻ കലഹപ്രിയനാണ്. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളുണ്ടാവും. ഒരു ഐക്യമില്ലാത്തതാണ്. പിന്നെ അതുപോലെ തന്നെ കുജനായാലും ശരി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ആപത്തിൻ്റെയാണ്, സർവനാശം ഇതുണ്ടായിക്കൊണ്ട്. ഇതൊന്നും ഇതെടുത്തല്ല ഞമ്മളിതിൻ്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ ആചാരങ്ങൾ കൃത്യമായി ചെയ്തു പോകുന്നൊരു വ്യവസ്ഥയിൽ വന്ന് തെറ്റേറ്റ് പറഞ്ഞ്, അതിനെ ഞാൻ അന്ന് അവിടെ പറഞ്ഞു തോന്നുന്നു, എനിക്ക് അന്ന് പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇനി എന്തെങ്കിലും വിട്ടുപോയ കാര്യമുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തണേ. നമ്മൾ തെറ്റേറ്റ് പറഞ്ഞ് യഥാർത്ഥ സമ്പ്രദായത്തിൽ നിങ്ങൾ ആചാരം മുന്നോട്ട് പോകും. യഥാർത്ഥ സമ്പ്രദായം, ആ സമ്പ്രദായം അറിയില്ലെങ്കിൽ അത് ഇന്നതൊക്കെ ചെയ്തു വരും. മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാനും നിങ്ങൾക്ക് ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട്, അല്ലെങ്കിലോ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു നിങ്ങളാൽ ചെയ്യപ്പെടുന്നൊരു വ്യവസ്ഥ ഉണ്ടായി വരികയുമാണ് വേണ്ടത്. ഗുരുസ്ഥാനത്തെ ആള് വേണ്ടോ. ബാക്കി നിങ്ങളെ ദൈവങ്ങളെ പൂജിക്കേണ്ടത് ആരാണ്? അയലോകത്തെ രാമണ്ണ പൂജ. നമ്മളെ തള്ളക്കേ വൈകാണ്ട് കിടക്കുമ്പോ കഞ്ഞൂരി കൊണ്ടിട്ട് നമ്മള. അപ്പൊ നമ്മൾ ചോദിക്കും എങ്ങനെയാ കൊടുക്കണ്ടേ? എടാ തള്ളക്ക് എങ്ങനെയെങ്കിലും കൊടുക്കുക, അത് ഒരു സന്തോഷവും. ഞാൻ കൊടുത്താലോ എന്റെ മോദിയെ കുഴിക്കഴിക്കും, എന്നിട്ട് കണ്ണിന്ന് വെള്ളം പോകും. ചെറുതായിട്ട് മുണ്ടാൻ വെപ്പിച്ച് എന്തിനാ കരയണേ എന്നോട് പറയും. എന്റെ കുട്ടിയോട് വന്ന് നോക്കണില്ല, എന്റെ കുട്ടി വന്ന് നോക്കിയല്ലോ ഇതാ പറഞ്ഞു. അതിനുവേണ്ടി അവനാൻ്റെ കുട്ടികൾ നോക്കുമ്പോൾ എന്താ അവസ്ഥ, അറക്കാൻ പറ്റില്ലെങ്കിൽ. ഇനി തള്ളക്ക് ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടത് നീഞ്ചാറാണെങ്കിലേ നിങ്ങൾ വലിയ നിങ്ങൾക്ക് ഇപ്പം ഇല്ലാതെ അപ്പോൾ തള്ളക്കൊക്കെ ഉണക്ക നീഞ്ചാറാവും ഇഷ്ടം. നിങ്ങൾക്ക് ആ ഉണക്കമീൻ അതൊന്നും പറ്റില്ല. ആ തള്ളക്ക് നിങ്ങൾ കൊടുക്കേണ്ടെന്ന് അറിയോ? മുത്തശ്ശിയാണ്, പ്രാകൃതയാണ്. നിങ്ങൾ നമ്മുടെ ദൈവങ്ങളൊക്കെ പ്രാകൃതരാണ്. ഒരു നാണം കരുത പ്രകൃതിയുടെ മക്കളാകൊണ്ടാണ് അവർക്ക് അതേ വിധാനത്തിൽ കൊടുക്കുന്നത്. ഒരു മാറ്റവും വരും. ലിമിറ്റേഷൻ വേണം. പ്രത്യേകിച്ച് മദ്യം ഉപയോഗിക്കുന്നത് പൂജയ്ക്കായിരിക്കണം. കള്ളു കുടിക്കണമെങ്കിൽ ഈ സംസ്ഥാനത്ത് ഇന്ത്യ മഹാരാജ്യത്തും ഒരു തടസ്സമില്ല. അവരെ നന്നാക്കണ പണി ഇല്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ നന്നാക്കും. അല്ലാണ്ട് ഞാൻ പേരെ പോയിട്ട് ഇയാൾ നന്നാവിടെ കള്ളു കുടിക്കരുത് ഞാൻ പറയില്ല. ഈ ഭഗവാൻ കൃഷ്ണൻ കേട്ടിട്ടില്ലേ, ശ്രീകൃഷ്ണൻ? അയാളെ കുറച്ച് മക്കളുണ്ടായിരുന്നു, സാമ്പൻ എന്നൊക്കെ പണ്ടേ. കള്ളു കുടിച്ച് പരസ്പരം കുത്തിയിട്ടാ വെച്ചത്. അയാൾ അയച്ചോളം നന്നാക്കാൻ പോയില്ല. ദൈവമല്ലേ? അതുപോലെ ഇന്ത്യൻ കാര്യം നന്നാവണേ നന്നാക്കാം. പക്ഷെ കുടുംബത്തിൽ അങ്ങനെയല്ല. ഇത് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിലും നമുക്ക് പ്രശ്നം. അപ്പൊ ഇവിടെ നടക്കുന്ന അനർത്ഥങ്ങൾക്ക് പ്രധാന കാരണം ദേവതകളുടെ ക്രമം യഥാവിധിയല്ല. നിങ്ങളെപ്പോലെ തല നെച്ചോട്ട് ഞാൻ പറഞ്ഞ കുറെ കാര്യം ശാസ്ത്രം പ്രമാണമൊന്നും ഇല്ലെങ്കിൽ പോലും കുറെ കാര്യങ്ങൾക്ക് ധാരണമാണ്. ഇങ്ങനെ ചിലതൊക്കെ. പക്ഷെ ഭഗവതിയുടെ കാര്യത്തിലൊരു കാര്യം പറഞ്ഞാൽ ഭഗവതി എന്തുകൊണ്ട് ഉത്തമം തോന്നുന്നു വെച്ചാൽ ഈ ഭഗവതി പൂജയ്ക്ക് പ്രത്യേകത ഉണ്ട്. ഇതിന് ഈ നിവേദ്യങ്ങൾ കൊടുക്കുമ്പോൾ ആരും കാണാറില്ല. അടച്ചുപൂജ കേട്ടിട്ടുണ്ട് അമ്പലങ്ങളിൽ. സാധാരണ നേദ്യം കഴിഞ്ഞ് അടയ്ക്കൂലേ? എന്തിനാ അടയ്ക്കുന്നത്? കേട്ടെ, അറിവ് മാറാൻ വേണ്ടി അറിവുണ്ട് അവിടെ കുറിച്ച് പറഞ്ഞു. എന്താണ് നിങ്ങൾ പറഞ്ഞോളൂ, പറയും മക്കളെ. എന്താ പറഞ്ഞു? എന്താ പറഞ്ഞു? നമ്മൾ കാണണ്ടെന്ന് എന്ത് കാണണ്ടെന്ന് അല്ല, ഭക്ഷണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അടച്ചുപൂജ. അവിടെയാണ് വിഷയം. ഞാൻ വീണ്ടും പറഞ്ഞു, അമ്പലങ്ങളിൽ അടച്ചുപൂജ നിവേദ്യം കഴിഞ്ഞിട്ടാണ്. നിവേദിക്കണ സമയത്തും കൂടി ചെല്ലണ്ട പറയും. അത് ശല്യം ചെയ്യേണ്ട അച്ഛനാണ്, തിന്നോട്ട് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് അത് ചടപ്പള്ളിയുടെ അടുക്കളയിൽ കൊണ്ടുവയ്ക്കുന്നില്ല. അമ്പലങ്ങളുടെ കാര്യമാണ്. എന്നിട്ട് ഇയാൾ വന്നാണ് നട അടയ്ക്കുന്നത്. പിന്നെ ആ കർപ്പൂരാളിയോട് തൊണ്ടാണ് നമുക്ക് പ്രസാദം തരിക. അപ്പോൾ എന്തിനാണ് നട അടയ്ക്കുന്നത്? ആ പൂജയുടെ പേര് പ്രസന്ന പൂജ. പ്രസന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലേ? എപ്പോഴാണ് പ്രസന്നായത്? ഫുഡടിച്ചപ്പോൾ ഹാപ്പി ആയി. അപ്പോൾ നടത്തുന്ന പൂജയാണ്. അപ്പോഴാണ് നടയത്. ആ പൂജയിൽ എങ്ങനെയാ വെച്ചാൽ ഒന്ന് ഈ പറഞ്ഞ വെള്ളം ചന്ദനം കൊണ്ടൊക്കെ പൂജിക്കും. പിന്നെ അടുത്ത് വിശേഷമായിട്ട് ചില സാധനങ്ങൾ, ലഡ്ഡൂകം സമർപ്പയാമി, അപൂപം സമർപ്പയാമി, ബാലാമ്പൂ സമർപ്പയം, കർപ്പൂര താമ്പൂലം, നൃത്തം സമർപ്പയം, വാദ്യം സമർപ്പയാമി എന്നൊക്കെ കൊണ്ട് ഒരു അവിടെ പുറത്തൊക്കെ പാട്ട് പറയുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊടുക്കുന്നു എന്ന് പറയും. ഇത് കൂടാതെ അഴല് നേദിക്കുക, നാളെ ഇളനീര് നേദിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അവർ സത്യത്തിൽ ആ സമയത്ത് മഹാനിവേദ്യ സമർപ്പണത്തിന്റെ സമയമാണ്. മഹാനിവേദ്യം എന്ന് പറഞ്ഞാൽ നിവേദ്യത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ നിവേദ്യം മാംസ നിവേദ്യമാണ്. അപ്പൊ ദേവിക്ക് വിശേഷാൽ മദ്യവും മാംസവും നിവേദിക്കുന്ന സമയമാണ്. അത് മറ്റുള്ളവർ കാണാൻ പറ്റും. മറ്റുള്ളവർ കാണാൻ പറ്റാണ്. അവിടെ ഞാൻ ഒരു ഒറ്റടിക്കാൻ പെട്ടെന്ന് പറഞ്ഞത്, ഒരു വീട്ടിൽ പ്രായപൂർത്തിയായ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയുടെ കല്യാണം കഴിയും. ഓക്കെ, അവിടെ അച്ഛനും അമ്മയും ഉണ്ടായിരിക്കും. ആരും പുറത്തിറങ്ങി കിടക്കാറില്ല. ഞാൻ പറഞ്ഞതിൽ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇത് പറഞ്ഞ പോലെയാണ് ഈ പൂജ നടക്കുമ്പോൾ അവിടെ ഇന്നതാ നടക്കുക എന്ന് എല്ലാവർക്കും അറിയാം. അവിടെ നടന്നാൽ ആർക്കും ഒരു കുഴപ്പമില്ല. എന്താണ്?
അതവിടുത്തെ നിയമമാണ്, രീതിയാണ് അങ്ങനെ. അപ്പൊ അവിടെ വെച്ചാൽ ഇറച്ചി മീനും അകത്ത് കയറ്റുന്നാരും കണ്ടിരുന്നില്ല. അപ്പൊ എന്താ കരുതിയത്? അത് അറിയാതിരിക്കറിയോ? കേറ്റുന്ന പൂജാരിക്കും അയാളുടെ അടുത്ത പരികർമ്മിക്കുക ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് പുറത്ത് പറഞ്ഞു കൊടുക്കില്ല. ഇത് രഹസ്യം. എന്തുകൊണ്ടാണ് നമ്മളെ കാരണവന്മാർ ഇത് പറഞ്ഞു തരാതിരുന്നേ അറിയോ? ഇതായിരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇവിടുത്തെ പൂജക്കാരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടോ ഈ കൂട്ടത്തില് കാരണവന്മാര്? നമ്മൾ പറഞ്ഞ പറഞ്ഞതിലാണ് പരാതി പറയും. എന്തുകൊണ്ടറിയോ? തത്ശിക്ഷേ രഹസ്യം കഥനം. എന്റെ ഭാര്യയ്ക്ക് പോലും ഞാൻ ഈ സമ്പ്രദായങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കാൻ പാടില്ല. എന്നെ ഇവിടെ സന്തോഷമുണ്ട്, മറ്റു കുട്ടികളൊക്കെ എന്റെ പിന്നാലുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോഴും എങ്ങനെ? പരീക്ഷിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ടാലേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിലോ സമ്പ്രദായ ദേവതകൾ എന്നെ ശപിക്കും, എനിക്ക് ഇഹത്തിലും പരത്തിലും ശാന്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് വേദം പോലെയല്ല. ബ്രാഹ്മണന്റെ വേദം ഉണ്ടല്ലോ, അതിന്റെ ഭഗവാൻ പരമശിവനിൽ പറയുന്നത് എങ്ങനെയാ വെച്ചാല്, ആ വേദങ്ങൾ വേശ്യയെ പോലെയാണ്, ആർക്കും പ്രാപിക്കാം. എന്നാലോ ഇത് കുലവിദ്യയാണ്. ഇതൊരു കുലസ്ത്രീ എന്നോട്ട് നമ്മളിപ്പോ കളിയാക്കാറുണ്ട് അല്ലേ? നായന്മാരെ കുലത്തിൻ്റെ കളിയാക്കാം. അങ്ങനെയല്ല. കുലത്ത് പറഞ്ഞവരൊക്കെ കുലസ്ത്രീയാ. നിങ്ങൾ കുലത്തിലല്ലേ പറഞ്ഞത്? കുലം എന്ന് പറഞ്ഞാൽ കുടുംബം, കുലം എന്ന് പറഞ്ഞാൽ നല്ലൊരമ്മ, കുലം എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്. കുലത്തിന്റെ വാക്കിന്റെ അർത്ഥേ ശക്തി, പരമേശ്വരി, പാർവതി. നമ്മളറിയേണ്ട കുലസ്ത്രീ അവരെ പറയാം. പറയുന്നത് വേറെ രീതിക്ക് എന്താ ശരി. അപ്പൊ ഈ കുലസ്ത്രീയെ പോലെയാണ് ഒരു കുലസ്ത്രീ. കുലത്തിൽ പറഞ്ഞൊരു പെൺകുട്ടി, നല്ലൊരു കുലത്തിൽ പറഞ്ഞൊരു പെൺകുട്ടി, അവളെ അവളുടെ ഭർത്താവിന് മാത്രമേ കാണിച്ചു കൊടുക്കൂ. അതുപോലെയാണ് ഈ സമ്പ്രദായം. അതുകൊണ്ട് അങ്ങനെയുള്ള സമ്പ്രദായം രഹസ്യം അവളുടെ മക്കൾക്ക് പോലും പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഇതൊന്നും അറിയാതെ പോയത്. പക്ഷെ എന്താണ്, നമ്മളിതൊന്നും കാണാത്തോണ്ട്. ദുബായ് കണ്ടിട്ടില്ലേ എന്ന് മോഹൻലാൽ ചോദിക്കൂലേ ഒരു സിനിമയില്? അല്ലേ? ഏതാ സിനിമ? ഇവിടെ ഏതാ സിനിമ? വിളിച്ചുണ്ട മാമ്പഴം ഇട്ടാ. അപ്പൊ അതിൽ പറഞ്ഞ ഇല്ല, കാണാത്തത് ഇല്ല എന്നല്ല, ഉണ്ടേ എന്ന്. അപ്പൊ ഇത് എല്ലാവർക്കും അറിയുന്നത്. ഇനി കേരളത്തിലെ ബ്രാഹ്മണരുടെ കാര്യം പറയാം. കേരളത്തില് ഒരു തന്ത്രവിദ്യപ്പെടേണ്ട ആലുവയിൽ ഇപ്പൊ അടുത്ത് മരിച്ച ശാസ്ത്രശർമ്മ നമ്പൂതിരി എന്ന് പറയും. അദ്ദേഹം ഇത് രഹസ്യമായിട്ട് പോയിച്ചിരുന്ന ആളാണ്. എന്നാൽ നാട്ടിലത്തെ ഒരു അമ്പലത്തിലും അദ്ദേഹം ഈ സമ്പ്രദായം ഒന്നും ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹം ആ സിസ്റ്റത്തിൽ പോകുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമ്പ്രദായത്തിലാണ് പൂജിക്കേണ്ടത്. സമ്പ്രദായ പ്രശ്നം വന്നതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളുടെ അടുത്തത് ഇവിടെ വീടായാലും മറ്റുള്ളതായാലും ചില വാസ്തു പ്രശ്നങ്ങളും കാണുന്നുണ്ട്. ഒത്തിച്ച് അതിരും തേങ്ങൊന്നും ഇല്ലാണ്ട് ഒരുപാട് കിടക്കുന്ന ഒരു കോളനി വ്യവസ്ഥയിൽ കിടക്കുമ്പോൾ ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാവും. എല്ലാം നമുക്ക് വിവരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ അവിടെ ലാസ്റ്റ് ചുറ്റും ഇത് ചുറ്റളവ് നമുക്ക് നോക്കി പറയാം. എന്താ വെച്ചാൽ അടുക്കള ഈ വീടിന്റെ അളന്നിരുന്നു. ഒന്നിച്ചാണ് പറഞ്ഞു പോകാലോ അല്ലെ? അടുക്കള അളന്ന സമയത്ത് 19 കോലും ചില്ലറയാണ് അതിന്റെ ഉൾക്കണക്ക് കിട്ടിയത്. 16 കോൽ 8 വിരൽ വരെയാണ് ചുറ്റളവ് കണക്കിൽ ഉത്തമമായ കണക്ക്. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു എന്താ പറയാ, ഇപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ വാസ്തുവിദ്യ, ഇത്തരം അക്ഷുശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ഒരാളുടെ പേര് പറയാൻ പറഞ്ഞ നാട്ടിൽ കേൾവി, പേര് കേട്ട ഒരാളുടെ പേര് പറഞ്ഞിട്ട് ആളുടെ പേരാ പറയാ. അക്ഷുശാസ്ത്രത്തിലും വാസ്തുവിദ്യയിലും കേരളത്തിൽ പേര് കേട്ട ആളെ പേര് പറയാൻ പറഞ്ഞ ആളുടെ പേരാ പറയാ. പേര് പറയും. അല്ലാണ്ട് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു കുടുംബ പാരമ്പര്യത്തിലും തൃശ്ശൂർ ജില്ലയിൽ ആരുടെയും പേര് പറയാൻ പറ്റും? തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്ത് അറിയാം, അമ്പലമണിയുമായിട്ട് വന്നിട്ട് കാണിപ്പൈ. സത്യം പറഞ്ഞ ബ്രാഹ്മണരേക്കാൾ ആശാരിമാർക്ക് പ്രാധാന്യം, പക്ഷേ ആയുധത്തിന്റെ പേരറിയാം. അങ്ങനെ വരുമ്പോൾ കാണിപ്പയ്യൂരിന്റെ ഒക്കെ ഒരു ശിഷ്യ പരമ്പരയിലാണ് വാസ്തുവിദ്യയിൽ നമ്മൾ വരുന്നത്. വാസ്തുവിദ്യ ശാസ്ത്രം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. ഇപ്പൊ ഞാൻ അയാളുടെ ശിക്ഷണം അല്ലെങ്കിൽ ആ പരമ്പരയൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഇവിടെ വാസ്തുപരമായിട്ട് അടുക്കളയ്ക്ക് 19 കോലി എന്ന് പറയുമ്പോൾ 16 8 കഴിഞ്ഞു, പിന്നെ 20 മിനിറ്റ് വരുന്ന 21 കോലിക്ക് വരുമ്പോൾ നല്ല കണക്ക് വരുന്നത്. അതിന്റെ ഉള്ളിൽ വരുന്ന കണക്കൊക്കെ മരണക്കണക്കിലാണ് വരിക. മരണക്കണക്ക് കാരണം മൃത്യോർ വർജ്യം എന്നാണ് പ്രമാണം. മരണക്കണക്ക് വന്നാൽ വർജ്യം. വർജ്യം എന്ന് പറഞ്ഞാൽ വർജിക്കണം, മാറ്റുന്നത് സ്വീകരിക്കാൻ പാടില്ല. നമ്മളെവിടെ ഭക്ഷണം ഉണ്ട്, ഇവിടെ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കണില്ല എന്നൊക്കെ അല്ല, ഇവിടെ അടുക്കള പറ്റില്ല. അപ്പൊ ഇതിൽ ഭക്ഷണം ഉണ്ടാക്കണതിന്റെ കണക്ക് തന്നെ മരണത്തിലാണെങ്കിൽ ആള് മരിക്കുകയല്ല, പതനം. ഇതിനിപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല, പതന പറഞ്ഞ. അപ്പൊ മരണക്കണക്കുള്ള അടുക്കളയില് ഭക്ഷണം വെച്ച എന്താണ് പതന. എന്തൊരു കാര്യം, ഞാൻ ഇങ്ങനത്തെ കാര്യം ഒന്നും പിടിക്കാറില്ല, നിങ്ങളൊക്കെ വിശ്വാസികളല്ലേ. അതുകൊണ്ട് എന്താ വെച്ചാല് പതന. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് ആ കഴിക്കുന്ന ഭക്ഷണത്തില് നമുക്കൊരു ഉയർച്ചയല്ല ഉണ്ടാവുക. ഇനിയിപ്പോ പുറത്തുകൊണ്ടിട്ട് കാര്യമില്ല. അപ്പൊ അതിന് പോകുമ്പോഴേ ഞാൻ പറഞ്ഞു. പിന്നെ അതിന്റെ ആ ഒരു തള്ളാണെങ്കിൽ, തള്ളി എന്ന് പറഞ്ഞാൽ മുന്നിക്ക് തള്ളി നിൽക്കുന്ന നേരത്ത് അത് വടക്ക് ഭാഗത്താണ് തള്ളു വരുന്നതുകൊണ്ട് വടക്ക് ഭാഗത്ത് പടിഞ്ഞാറ്റിപ്പുറയിൽ നിന്നും വടക്കോട്ട് തള്ളെടുത്താൽ അതിനെ നിന്ദ്യഗ്രഹം എന്ന പേരിലാണ് പറയാ. ഇങ്ങനത്തെ കുറച്ച് ഗ്രഹങ്ങളെ കുറിച്ച് സന്ധ്യാവർത്തം ഇങ്ങനെ തുടങ്ങുന്ന ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ വാദം, കൊല്ലി, ചുല്ലി എന്നൊക്കെ ഉള്ള ഗ്രഹങ്ങളുടെ പേരുണ്ട്. ഇത് കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യാം, മമ്മൂട്ടിയുടെ ദ്രോണ എന്ന സിനിമ ഉണ്ട്.
അതിൽ അവരുണ്ടാ തീ കത്തിക്കുമ്പോൾ തീ ആളുമ്പോൾ മമ്മൂട്ടി കുറച്ച് ഗ്രഹങ്ങളുടെ പേര് പറയും. അപ്പൊ ഞാൻ ഈ പറഞ്ഞല്ലേ ഞങ്ങളുടെ സമയം പറഞ്ഞ് ഞാൻ ചിന്തിക്കാം കേട്ടോ. അപ്പൊ ഇതിൽ അങ്ങനെ കൊടുക്കുന്ന ഒരു പേരക്ക് ഇപ്പൊ ഇങ്ങനെ ഈ വീടിന്റെ ഷേപ്പിനൊക്കെ പറയുന്ന പേര് നിന്ദ്യഗ്രഹം. നിന്ദ്യഗ്രഹം പണിതാൽ വാസ്തുവിദ്യ പറയുന്നു ഫലം മരണമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് എൻ്റെ ഒരു വാസ്തുവിദ്യയുടെ ദോഷം യഥാർത്ഥത്തിൽ തെളിയണമെങ്കിൽ 5-8 കൊല്ലമൊക്കെ കഴിയുന്നതാണ്. വിശ്വാസം, ഇതിൽ ശാസ്ത്രമൊന്നും ഞാൻ പറയില്ല. ഇത് വിശ്വാസമാണ് നാട്ടിൽ കണ്ടുവരുന്ന ചില വ്യവസ്ഥയാണ്. എനിക്കൊരു യുക്തിയും പറയാനില്ല, ഒരു യുക്തി എനിക്കില്ല. യുക്തി എന്ന സാധനം ഉണ്ടല്ലോ, അതില്ല, പക്ഷെ അനുഭവമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ദോഷം ഇവിടെ ഉള്ളത് വീടിൻ്റെയാണ്. മറ്റേ വീട്ടിൽ പോയാലും കണക്കിനും മറ്റുള്ളൊന്നും കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ എന്താ വെച്ചാൽ ഷേപ്പിന്റെ കാര്യമൊക്കെ ഞാൻ എന്തോ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തോ കുരുമ കുറച്ച് തള്ളി എടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഞാൻ വെച്ചാൽ വന്ന സമയത്ത് നമ്മളൊരു എന്താ പറയുക, ഒരു സർജൻ്റെയൊക്കെ പോലെ എനിക്ക് അറിയുന്ന വിഷയത്തിലൊക്കെ ഞാനൊന്ന് ഈ കുന്തം പോയാൽ കുറച്ചും അപ്പണമെന്ന് അറിയില്ലേ. അപ്പോൾ ചെന്ന് ഞാൻ ആകമൊക്കെ നോക്കാം. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ട് ആളുകൊണ്ടാണ് അയാൾ വീടിൻ്റെ കണക്കേറ്റാണ് എന്നാൽ അയാൾക്ക് വേറെ പൈസ കൊടുക്കാൻ നിൽക്കണ്ടേ. അത് പൈസയുടെ കാര്യമല്ല. അപ്പോൾ അത്യാവശ്യം നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. അപ്പോൾ പിന്നെ എന്താണ് ആശ്രയം? ഒരു സംശയവുമില്ല, കുലദേവത ഉപാസനയാണ്. ഉപാസന കുലദേവത ആരാധനയും അതിനെ കൊണ്ടുനടക്കലും വീട്ടിൽ വിളക്ക് വെച്ചിട്ട് വൈകിട്ട് ഒന്നും അറിയില്ല എൻ്റെ ദൈവങ്ങളെ എന്ന് വിളിക്കലുമാണ് ഇതിനൊക്കെ ആത്യന്തികമായ പരിഹാരം. ജ്യോതിഷന്മാരെ കാണാൻ പോകുന്നവർക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ജ്യോതിഷന്മാർക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം വെച്ചാൽ എന്താ പറയുക, ശിവന് ഒരു ധാര, ഒരു മുൻവിളക്ക്, ഒരു പിൻവിളക്ക്, ഇന്ന അപ്പന് ഇന്ന വഴിപാട്, ഗണപതിക്ക് ഒറ്റ, ഇങ്ങനെ പറഞ്ഞു പോകില്ലേ. അതിലെന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? ദൈവത്തെ വിളിക്കുന്ന പറഞ്ഞു അല്ലേ. ദൈവത്തെ വിളിക്കാൻ എന്തിനാണ് നമ്മൾ വണ്ടിയും വിളിച്ചു പോകുന്നത്? നമ്മളെ പെരയെ തന്നെ ഉള്ളതിനെ വിളിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് അനുഗ്രഹം, നിങ്ങൾ ഏത് ആപത്തിലും സഹായിക്കും. അപ്പം അതിന് ഞാൻ അത്യാവശ്യം ഈ ആരാധനാമകത്തിൽ വന്ന കാര്യങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ചും പ്രേതവർപാട് നടത്തിയ ദോഷങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മാറ്റേണ്ട ദൈവത്തെക്കുറിച്ചും പറഞ്ഞു. ഇനി എന്താ വെച്ചാൽ ആചാരം ക്രമീകരിച്ച് നടത്തുകയാണ് വേണ്ടത്. ഞാൻ പറയാൻ വിട്ടതോ അറിയാൻ ആഗ്രഹിക്കുന്നതോ സംശയം നിൽക്കുന്നതോ അഭിപ്രായ വ്യത്യാസമുള്ളതോ പ്രത്യേകം എടുത്ത് പറയും. ഞാൻ പറഞ്ഞതിൽ അഭിപ്രായ വ്യത്യാസമുള്ളതോ ഇവിടെ മാന്യമായിട്ട് നമുക്ക് തുറന്നു പറയുകയും ചർച്ച ചെയ്യുകയും ആകാം. അറിയാൻ വേണ്ടിയിട്ടായിരിക്കണം ചോദ്യങ്ങൾ ചോദിക്കുന്നതും വിമർശിക്കുന്നതും, തർക്കിക്കാനായിരിക്കരുത്. അത്ര മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. അല്ലാണ്ട് ഞാൻ പറഞ്ഞു എന്ന് കരുതി ഞാൻ പറഞ്ഞതിനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചോദിച്ചു ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ, അതിനു വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ കേട്ടു എന്നുള്ളതല്ല. ഇനിയിപ്പോൾ ഞാൻ പോയതിനു ശേഷം സുബ്രഹ്മണ്യ മൂപ്പര് വന്നിട്ട് അവിടേക്ക് ഇറച്ചി വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യം സുബ്രഹ്മണ്യ സ്വാമിനോടോ അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് ഒരു ചെറിയച്ഛൻ എന്ന് വേണ്ട അദ്ദേഹം വന്നിരുന്നു, അദ്ദേഹത്തോടെ ചോദിക്കരുത്. അവർക്കറിയില്ല. അറിയോ മറുപടി കൊടുക്കാൻ? അതുകൊണ്ട് ചോദ്യങ്ങൾ എന്നോടാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ എന്നോട് തിന്നുന്ന പോലെ അല്ലല്ലോ എന്നൊക്കെ എന്നോട് ചോദിക്കണം. അല്ലാണ്ട് നിങ്ങൾ പരസ്പരം പറയരുത്. പിന്നെ ഞാൻ പോയിട്ട് തന്നെ നിങ്ങൾ പിറന്തിന് നിൽക്കരുത്. ഞാൻ എപ്പോഴും സ്ഥലത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം സുബ്രഹ്മണ്യം പറഞ്ഞു, ഞാനൊരു സ്ഥലത്ത് വന്നാൽ ഞാൻ പറഞ്ഞത് കേൾക്കും എന്നുണ്ടെങ്കിലേ ഞാൻ വരും. കാരണം വാക്കിന് വിലയില്ല, സമയത്തിനും. ഇപ്പം അദ്ദേഹത്തിന് അറിയാം, പിന്നെ കാണണമെങ്കിൽ എനിക്ക് ആ സമയത്തിനാ പൈസ. അപ്പോൾ എന്താ ആദ്യ കാലത്ത് ഞാൻ പൈസ വാങ്ങിയിരുന്നില്ല. അപ്പോൾ വെറുതെ വന്ന് കേട്ടുപോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താക്കി എൻ്റെ സമയത്തിന് വില ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലപ്പോൾ അത് എൻ്റെ ചെറുതാണ് ആ കയ്യിൽ കിട്ടുന്ന സാധനം. അപ്പോൾ അവിടെ ഇരുന്നാൽ പോരെ. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ശാസ്ത്രത്തിനും വിലയുണ്ട്. ഈ പറഞ്ഞ സാധനങ്ങളെ ഞാനൊരു സിവിൽ കഴിഞ്ഞ ആളാണ്, പക്ഷെ പിന്നെ അതിന് ശേഷം പഠിച്ച വിഷയങ്ങൾ ഇതാവുകൊണ്ട് എൻ്റെ ഒരു ആയുസിൻ്റെ പകുതി ഞാൻ കളഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോഴും എൻ്റെ ആയുസ് മാറ്റിച്ചിരിക്കുന്നതിന് വേണ്ടിയില്ല. അപ്പോൾ അതിനൊരു വിലയുണ്ടാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് മറുപടി തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ചോദിക്കണം, പരസ്പരം ചോദിച്ചത് അറിയാതിരിക്കണം. നിങ്ങളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പം ഇവിടെ മാത്രമല്ല, ഇനി എവിടെയും ഒന്ന് പ്രശ്നം വെച്ചിട്ട് പൈസ കളയാൻ സമ്മതിക്കണം. നമുക്ക് കൂടുതൽ പ്രശ്നം വെക്കണം. നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാർഗങ്ങൾ വേറെ. അതൊന്നാണ്. അടുത്തത് ഇങ്ങനെ അബദ്ധത്തിൽ ചാടുക. ചെറിയ രീതിയിലാണ് ചെറിയ രീതിയിൽ ചെയ്തിട്ട് കാര്യങ്ങൾ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദൈവങ്ങളെയൊക്കെ ഭാവിയിലെങ്കിലും ഒറ്റടിക്ക് വേണമെന്ന് കാണില്ല, ഒരു ഒന്നിച്ച് വെക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ സ്ഥലം അവിടെ എങ്ങനെ നിന്ന് കുട്ടികൾക്ക് ഉപകാരപ്പെടും. പക്ഷേ ദൈവങ്ങളെ നിങ്ങളെപ്പോലെ അല്ല ഇനി വരുന്ന ഈ കുഞ്ഞുമക്കളുണ്ട്, ഇതൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടായി. അപ്പോൾ ഒതുക്കം വരുമ്പോൾ അവർക്ക് അതുകൊണ്ട് അതിൻ്റെ കൂടെ ഗുണവും വേണം. വെറും നഷ്ടം മാത്രമാണെങ്കിലോ പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താ ഉണ്ടാവുക? ഇത് പോയിക്കാതെ അവിടെ തുടങ്ങിയില്ല പണി വേഗം അല്ലേ പറയുന്ന എൻ്റെ ഒരു ധാരണയാണ്. നാട്ടിലൊക്കെ പണിതാണ്. അതുകൊണ്ട് അപ്പോൾ അതൊക്കെ പറയാം. നമുക്ക് എന്തെങ്കിലും മെച്ചം വേണ്ടേ? ആ മെച്ചം ഉണ്ടാവേണ്ട കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ചോദിക്കണം. വിശക്കനുണ്ടെങ്കിൽ ചോറിലിട്ട് പറഞ്ഞാൽ മതി, ഞാൻ അല്ല അതെ ഞാൻ ഇപ്പം